നിങ്ങളെ കണ്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ യോഗത്തിൽ ക്ഷണിച്ചാൽ വിശേഷം നന്ദി അറിയിക്കുന്നു. ഒരു പക്ഷേ ആളുകൾ ഇനിയും വരുന്നുണ്ടാവും, ട്രാഫിക്കിലൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കുഴപ്പമില്ല, ആദ്യത്തെ ശബ്ദം മതി, കൂട്ടണ്ട, തുടക്കമില്ല, പിന്നെ മെസ്സേജ് വരുന്നു. നിങ്ങളെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഒരിക്കലൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ പേര് രാജു തോമസ് എന്നാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, പേര് സൂസൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഷാമുവേൽ ആൻഡ് ഷാരൻ. കഴിഞ്ഞ 35 വർഷമായി പൂർണ്ണസമയ സുവിശേഷ വേലയാണ്. കഴിഞ്ഞ 45 വർഷമായി ഞാൻ പ്രസംഗിക്കുന്നു. ഐ എം 63 നൗ. പക്ഷെ വിഷമിക്കുന്നു വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ ഒരു 100 മീറ്റർ ഓട്ടത്തിന് വന്നാൽ നിങ്ങളാരും എന്നെ ജയിക്കത്തില്ല. ദൈവം നടത്തുന്ന എല്ലാ ദൈവത്തിന് വിശ്വസിച്ച് നന്ദി പറയുന്നു. നമ്മൾ രാവിലെ ചിന്തിച്ച ചിന്ത എന്ന് പറയുന്നത് സ്പിരിച്വൽ വാർഫെയർ ആണ്. എന്താണ്? ആത്മീയ യുദ്ധം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓ, നിങ്ങൾക്കൊരു ജീവനൊന്നും ഇല്ലയോ? ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞേ. Spiritual warfare is the natural consequence of a life lived or living in Christ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നീ ഒരു ദൈവത്തിലാണോ? നിനക്കിടെ ലിമിറ്റ് ചെയ്ത് പറയരുത്. പെന്തക്കോസ്തുകാരനോ കാര്യമാണോ? You have to be a soldier. നാച്ചുറൽ ക്രിസ്ത്യൻ എന്നൊരു ക്രിസ്ത്യൻ ഇല്ല. ക്രിസ്ത്യനാണ് യു ഹാവ് ടു ബി റാഡിക്കൽ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ക്രിസ്ത്യൻ ആണെങ്കിൽ എന്തായിരിക്കണം? റാഡിക്കലായിരിക്കണം. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്, പൗലോസിന്റെ ഭാഷ പറഞ്ഞ പട ചേർത്തവനെ, പട എന്ന് പറഞ്ഞാൽ യുദ്ധം, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, 2 തിമോത്തിയോസ്, ഞാൻ നല്ല പോർ, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിന്റെ തന്ത്രത്തിൽ ദൈവത്തിന് സർവ്വ നമുക്ക് പോരാട്ടമുള്ളത് അവർ ഫൈറ്റ് ഈസ് നോട്ട് വിത്ത് ബ്ലഡ് ആൻഡ് ഫ്ലഷ്. വേറെ ലെവലില്ല, ആ ലെവൽ വേറെയാ. നമ്മളൊരു നാച്ചുറൽ ബീയിങ്ങിനായിട്ട്, ഒരു നാച്ചുറൽ ലൈഫിനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. വി ആർ നോട്ട് പീപ്പിൾ ടു ബി കോൾഡ്, ഓർ വി ആർ നോട്ട് പീപ്പിൾ ചോസൺ ടു ഹാവ് എ നാച്ചുറൽ ലൈഫ്. വി ആർ കോൾഡ് ടു ബി സൂപ്പർ നാച്ചുറൽ, ടു ഹാവ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധം എന്താണ്? സൂപ്പർ നാച്ചുറലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാനിന്ന് രാവിലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നമ്മൾ ആത്മീയ പോരാട്ടത്തിൽ ആദ്യം നമുക്ക് വേണ്ടത്, നമുക്കൊരു റെവലേഷൻ വേണം. പൗലോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതാ. എന്താ പൗലോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന? എഫേസ്യർ 1:14-15. അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ സ്തോത്രം ചെയ്തതിൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം, ശ്രദ്ധിക്കൂ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ 22 ലാസ്റ്റ് വേർഡ്, അമേനോട് റൈറ്റ് അല്ലേ? 22-ാം വാക്യം വരെ 23-ാം വാക്യം വരെ 15 മുതൽ ആ പാരഗ്രാഫ് തുടങ്ങുന്നത് 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം ഫോർ 1 month. 1 മാസം വായിക്കണം. പറ്റുമോ? നിങ്ങൾ പ്രതികരിക്കുന്നില്ല. വായിക്കുമോ? എല്ലാ ദിവസവും ഇന്ന് മുതൽ. നമ്മുടെ ഈ ഫാസ്റ്റിംഗ് ഇന്ന് തീരുമോ? നാളെ ഞായറാഴ്ച ആരാധന. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് തരിക. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ദാറ്റ് യു നീഡ് ടു റീഡ് ദിസ് പർട്ടിക്കുലർ പോർഷൻ എവറി ഡേ, മോർണിംഗ് ആൻഡ് ഈവനിങ്. മേക്ക് ഷുവർ ദാറ്റ് യു ഡെഫിനറ്റ്ലി റീഡ് ഇറ്റ്. ഓക്കെ? വായിക്കുമല്ലോ. നിങ്ങൾക്ക് ആ വ്യത്യാസം കണ്ടു തുടങ്ങാൻ പറ്റും. ഇപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥന ഏതാണ്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ? That you need to get enlightened, that your inner person must be enlightened. എഫെസ്യ ലേഖനത്തിൽ പൗലോസിൻ്റെ 2 പ്രാർത്ഥനകൾ, പൗലോസിന്
ഭയങ്കര ലോങ് പ്രേയേഴ്സ്. പൗലോസിൻ്റെ ആയിട്ട് 10, 30, 32 പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പദങ്ങൾ ഏതാണ്ട് 10, 32 എണ്ണം ഉണ്ട്. അതിൽ തന്നെ പൗലോസിൻ്റെ ഒരു 5-6 ലോങ് പ്രേയേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 ലോങ് പ്രേയേഴ്സ്, ഒന്ന് എഫെസ്യ ലേഖനം 1:15 മുതൽ ഉള്ള വാക്യങ്ങളും, രണ്ടാമത്തെ പ്രേയർ എഫെസ്യ ലേഖനം 3:15-16 മുതലുള്ള വാക്യങ്ങളും, മൂന്നാമത്തത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 1 അധ്യായം. ഇങ്ങനെ ഒരു 4-5 പ്രേയർ ലോങ് പ്രേയേഴ്സാണ്. അതിൽ തന്നെ ഒരു സഭയ്ക്കും 2 പ്രാർത്ഥനയെ കൂടുതൽ പുള്ളി പ്രാർത്ഥിച്ചിട്ടില്ല, പരമാവധി അല്ല, ഒരു പ്രാർത്ഥനയെ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഈ സഭയ്ക്ക് വേണ്ടി, എഫെസോസ് സഭയ്ക്ക് വേണ്ടി എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചു? 2 പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന ഈ 15 വാക്യങ്ങളാണ്. ഇറ്റ് ഈസ് ഫോർ ദർ എൻലൈറ്റൻമെന്റ്, ഫോർ ദ ഇന്നർ മാൻ ടു ബി എൻലൈറ്റൻഡ്. But look at the second prayer where he prays for the church to be strengthened with power. അപ്പോൾ എങ്ങനെ നമ്മുടെ ആത്മലോകം നമുക്ക് കാണാൻ കഴിയുന്നത്? എല്ലാവരും നിങ്ങളുടെ കണ്ണു തുറക്കണം. ഇതാസ്വരി വാക്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ കണ്ണു തുറക്കണം, അകത്തെ മനുഷ്യ. ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് പറഞ്ഞു തരാറില്ല. Are you getting me? How can we do that? How can it be made possible? How can we obtain that vision of the spiritual realm? ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. How many of you are ready to have that exercise? ഇന്ന് ഞാൻ ആദ്യം തന്നെ എക്സസൈസ് എന്താണ്? Ephesians 1:15 ദിവസം കേട്ടല്ലോ. അവർക്ക് ആദ്യം ഒരു എക്സസൈസ് കൊടുത്തു. ഒരു രണ്ടാമത്തെ എക്സസൈസ് തരാം. രാവിലെ എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? മോർണിംഗ് വാക്കിന് പോകുന്ന എത്ര പേരുണ്ട്? ആ 60 കഴിഞ്ഞവർക്ക് ഉള്ളായിരിക്കും മോർണിംഗ് വാക്കില്ലയോ. എല്ലാ ഏജിലും ഒരു എക്സസൈസ് വേണം. ഞാൻ അടുത്തൊരു ലെവൽ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എന്ത് സമയം കിട്ടുമെന്ന്. അടുത്തൊരു ലെവലിലുണ്ട് എക്സസൈസ്, സ്പിരിച്വൽ എക്സസൈസ് ഉണ്ട്. അത് അവിടത്തേക്ക് വരുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കാം, ഇല്ലെങ്കിൽ അത് ഞാൻ ലീവ് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടുന്നത് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ഞാൻ പറയുക, സ്പിരിച്വൽ എക്സസൈസ്. ഇത് സ്പിരിച്വൽ എക്സസൈസാണ്. രണ്ടാമത്തെ സ്പിരിച്വൽ എക്സസൈസ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. എന്താ? അടുത്തേക്ക് അന്നേരം കൈ കൊടുത്തോണ്ട് പറ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈ കോവിഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. വൈ ഡു യു കീപ് ദ ഡിസ്റ്റൻസ്? കം ക്ലോസർ, സിറ്റ് ക്ലോസർ ടു ദ ചെയർ നെക്സ്റ്റ് ടു യു, so that you can take the hand of the next one and shake. Otherwise you are still കണ്ടോ, ഇത്രയും വലിയ നേടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ആളുകൾ ഇങ്ങനെ ഈ വന്ന്, ഇറ്റ് അപ്പിയർസ് ടു ബി ലൈക്ക് എന്തോ അതിന് പറയുന്നത്, എ റിച്വൽ. നമ്മുടെ സ്പിരിച്വാലിറ്റി ഇത് വരും, എനിക്കറിയത്തില്ല ഞാൻ തന്നെ ദൈവാത്മാനെ ഇങ്ങനെ കൊണ്ടുവന്ന്. വെൻ അവർ സ്പിരിച്വാലിറ്റി ഗോസ് ഡൗൺ ടു ദ ലെവൽ ഓഫ് എ റിച്വൽ, I tell you, you are spiritually dead. When you say worship, what does it mean when you say worship? What is that? പാടുന്നതാണോ വർഷിപ്പ്? അല്ല. പ്രാർത്ഥിക്കുന്നതാണോ വർഷിപ്പ്? ഇതിവിടെ എന്തോ സാധനം കിടപ്പുണ്ടോ? വേറെ നേരത്തെ ഉള്ളതാണോ? ആണോ? ഓക്കെ. ഓക്കെ. ഞാൻ അറിയാതെ അതിൻ്റെ പുറത്താക്കി വിടുന്നത്, അപ്പോൾ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. സോ ഓക്കെ, എനിക്കിങ്ങനെ നിന്ന് സ്റ്റാറ്റിക്കായിട്ട് നിന്ന് പോഡിയത്തെ പിടിച്ച് നിന്ന് പ്രസംഗിക്കുന്ന ശീലം എനിക്കില്ല. ഞാനൊരു തുള്ളുന്ന ഫാസ്റ്ററാണ്, അതുകൊണ്ട് ഇങ്ങനെ മൊബിലിറ്റി എനിക്ക് കൂടുതലാണ്. ആ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും അതെൻ്റെ ഒരു ശൈലിയായിപ്പോയി, നിങ്ങളെന്നെ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ? സ്പിരിച്വാലിറ്റി അല്ലയോ? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കൈയടിക്കുന്നതാണോ? പാട്ട് പാടുന്നതാണോ? തലവലിക്കാൻ പറ്റത്തില്ലേ? ഹൗ ടു ഓപ്പൺ അപ്പ് യുവർ മൗത്ത് ആൻഡ് സേ വാട്ട്സ് ദാറ്റ്? Is that simply clapping your hands, raising your hand and praising God, or reading the word of God, preaching the word of God, listening the word of God? What does it exactly mean, worship? Let me hear. ഞാൻ നിങ്ങളോട് പറയാം, worship is an attitude. Worship is an attitude. It is not what you do, what you perform. No, nowadays what we happen to have in our churches are mere performance. Performance is ritualistic out. You have to have an attitude of gratitude.
The very moment when you come under the presence of God, your heart will be filled with gratitude. It should bubble forth. It should bubble forth out of your heart. Every word that which you speak, your attitude, your positioning, you are coming into the church, taking the seat, in every aspect, you need to show the gratitude towards the Lord. The love for the Lord must bubble forth out of your heart. ആരും പ്രാർത്ഥിച്ചാൽ പറഞ്ഞ പോലെ കർത്താവേ, when you prayed, എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. കർത്താവേ, എന്താ പുത്രത്വം, അങ്ങനെ ഒരു വാക്കാണ്ട് പറഞ്ഞില്ലയോ? പുത്രൻ എന്ന പദവി ഏതെങ്കിലും വാക്ക് പറഞ്ഞില്ല, പ്രാർത്ഥിച്ചാലിന് പോലും പറഞ്ഞില്ലയോ? ഞാൻ രാവിലെ പുത്രത്വം പറഞ്ഞായിരുന്നോ? ആരെങ്കിലും ഓർക്കുന്ന ഞാൻ ഉപയോഗിച്ച പദം ഏതാന്ന്? എഴുതിയവരെങ്കിലും പറ. പുത്രത്വത്തിന് ഞാൻ ഗ്രീക്ക് പദം പറഞ്ഞല്ലോ, പ്ലേസ്മെന്റ് ആണ്, പൊസിഷനിങ്. മകൻ എന്നുള്ളതിന് ഒരു പേര് പറഞ്ഞു. ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ രാവിലെ ധ്യാനിച്ചതും എഴുതിയതൊക്കെ ഒന്ന് ഹോംവർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലല്ലോ. ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ ഇന്ന് രാവിലെ വരെയെങ്കിലും ഒന്ന് തുറന്നു നോക്കിയോ? കുറിച്ചെടുത്തവർ നമ്മളെന്തെങ്കിലും കുറിച്ചെടുത്ത് മടക്കി വയ്ക്കുന്ന എന്നോട് ചോദിക്കേ. ഞാനും ഒരു പ്രസംഗനാണ്, പഠിപ്പിക്കുന്നവനാണ്. ഞാൻ ക്ലാസ്സിൽ പിള്ളേർ ചോദിക്കുന്ന ഒരു ദിവസത്തെ ഒരു മീറ്റിംഗ്, എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് ഇതൊക്കെ എന്തിനാ പറയിക്കുന്നതെന്ന്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഒന്ന് മറിച്ചു നോക്കുമോ? Tell me plainly. I'm asking you this question from the bottom of my heart. You come and sit in the presence of God as if you are doing something deontological. Do the duty for duty's sake, as if it is a duty. It is not simply serving God. ഞാൻ രാവിലെ പറഞ്ഞ പുടികാൾസന്റെ കഥ, മുടിയാൻ പോയ മുടിയൻ പുത്രനെ കുറിച്ച് എല്ലാവരും പ്രസംഗിക്കും. എനിക്കിഷ്ടം പ്രസംഗിക്കാൻ മുടിയൻ പുത്രനെ കുറിച്ചല്ല. ഒന്നുമില്ല, അവൻ്റെ മാനസാന്തരം വന്നു, അവൻ അകത്ത് വന്നു. ഒരു വേറൊരുത്തനുണ്ട്, വീട്ടിൽ മുടിഞ്ഞ ഒരുത്തനുണ്ട്. വീട്ടില് മുടിയാൻ പോയ തിരിച്ചു വന്ന്, പക്ഷെ വീട്ടിൽ അപ്പൻ്റെ കൂടെ ഉണ്ടെങ്കിലും അറിയത്തില്ലേ, വീട്ടിലെ പാട്ടും ആഘോഷവും കേട്ടിട്ട് അവൻ പുറത്തേക്ക് അകത്ത് വരാൻ വയ്യ. ലൂക്കോസ് 15 അവസാനിക്കുമ്പോഴും ഉണ്ടല്ലോ, ഈ മൂത്തമോൻ അകത്ത് വന്നിട്ടില്ല. Those who claim to be within the church, but unfortunately you are not worshiping God. That's a question raised by this person. This person is asking his dad, how long have I been serving you? അവിടെ സെർവ് എന്നുള്ളതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് ഡൂലോസിന്റെ ഒരു വെർബൽ ഫോമാ. ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കുന്ന ചോദ്യം, My dad, how long have I been serving you like a slave? Our services are something that which you do as if you are a slave. You have to come out of that scenario and you have to become a son. And the worship should come out of the heart of the son. Amen. എന്റെ മദറിലാർ 8 വർഷം കിടന്നു, രോഗാതുരയായി. മിഡ്ഫീറ്റൊക്കെ ആംപ്യൂട്ടേഷൻ നടക്കാൻ വയ്യാതെ. ഞാനും എൻ്റെ ഭാര്യയുടെ കേസ് ശുശ്രൂഷിച്ചു. സർവൻസ് ഒന്നും ഇല്ലായിരുന്നു. ആ ദിവസങ്ങൾ ഭയങ്കര ബിസിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒക്ടോബർ മാസം 7-ാം തീയതി മമ്മി 8 വർഷത്തിന് ശേഷം യാത്ര പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര തിരക്കാണ്. കോളേജിലൊക്കെ താമസിച്ചെന്നെ വഴക്ക് കേട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് ദ സിനാരിയോ. എൻ്റെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ, അപ്പച്ചനും പ്രായമാണ്, രണ്ടുപേരുടെ ശുശ്രൂഷിക്കണം, വേലക്കാരെയൊക്കെ നിർത്തി തീറ്റി പോകാൻ എനിക്ക് ശേഷിയില്ല, എൻ്റെ ഇംഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതുകൊണ്ട് പ്ലീസ് ഫോർഗീവ് മീ. ചിലപ്പോഴൊക്കെ ആളുകൾ പറയും, തോമസ് സാറേ സന്തോഷം, നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ നിങ്ങളുടെ മരുമോനാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നല്ലോ. അപ്പോൾ അടുത്തെന്നാണ് പറഞ്ഞത്, അത് നമ്മുടെ കടമയല്ലയോ? അത് നമ്മുടെ എന്താ മിണ്ടാത്തെ, കടമയല്ലയോ? ഞാൻ പറഞ്ഞ കടമയാണേ തീർന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കടമയല്ല, ഇറ്റ് ഷുഡ് ബി ഡൺ ഔട്ട് ഓഫ് ലവ്. ഇവിടെയാ പ്രശ്നം. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഒരു കാര്യം നിങ്ങൾ കടമയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ when time passes by it will be becoming boring, that you will be feeling drudge.
It's a boring thing. That's what happened in the Pentecostal worship. Though we have the name Pentecostal Maranatha Church, the PMG Church, let me challenge every one of you. Are you serving God out of love, or are you coming in the presence of God, being seated somewhere in the church and simply serving God as if you are finishing a requirement? വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. പാടില്ലയോ? ആരുമില്ല ഏകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ. ആരുമില്ല ഏകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി, കമാൻ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബ്ബാ പിതാവേ, അബ്ബാ പിതാവ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അപ്പനെ ആരാധിക്കുന്നത്, അപ്പന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത്, വാട്ട് എവർ യു ആർ പാർട്ട് ഓഫ് യുവർ വർഷിപ്പ് ഷുഡ് ബി കമ്മിങ് ഔട്ട് ഓഫ് ദ ലവ് ഫോർ യുവർ ഡാഡ്. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. ഹുയ്യുത്തീസാൻ, ഞാൻ അവനെ പറഞ്ഞതാ, ഹുയ്യുത്തീസാൻ, എനിക്ക് പുത്രത്വം നൽകി. I have been placed, positioned somewhere. ദൂതന്മാരുടെ ആരാധന കണ്ട തമ്പുരാൻ നീട്ടി കോട്ടുമായിട്ടിട്ട് ചോദിച്ചു, അനന്തരം ഞാൻ ആരെ അയക്കണ്ടു? എനിക്ക് വേണ്ടി? ഇന്നത്തെ പെന്തക്കോസ്തായുടെ ആരാധന കണ്ടിട്ട് തമ്പുരാൻ ചോദിക്കുന്നു, ഞാൻ ആരെ അയക്കണ്ടു? എനിക്ക് വേണ്ടി പോവും? ഓ, എൻ്റെ ഫോണാന്ന് തോന്നുന്നു, ഒന്നെടുത്ത് എന്നെ ഒരാൾ വിളിക്കുമെന്ന് പറയാം. ആ പക്ഷേ കഴിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഗൈഡൻസ് പറഞ്ഞോളൂ. ഹലോ, കട്ടാക്കി വിട്ടേരെ. ഓക്കെ, ജീസസ്. നമ്മുടെ ആരാധന ലെവൽ മാറണം. പറ്റുമോ? നമ്മുടെ ആരാധന, അപ്പൻ പറയുന്ന, മോനെ, എൻ്റെ ഈ മകൻ മരിച്ചതായിരുന്നു, വീണ്ടും ജീവിച്ചു, അതുകൊണ്ട് നീങ്കട വാടാ, ഇതിനകത്ത് കയറ്. അപ്പനെ സേവിക്കുന്നുണ്ട്. രാവിലെ വൈകിട്ട് ഈ മോൻ വയലിൽ പോകുന്നുണ്ട്. ആര്? മുനിയപുത്രൻ്റെ ചേട്ടൻ. രാവിലെ കലപ്പയും ഒക്കെ നോഹമൊക്കെ തുളയെ വെച്ചുകൊണ്ട് കാളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പൻ പൂമുഖത്തിരിക്കും. അപ്പനൊക്കെ ചെന്ന്, ഹായ് പപ്പ. അവനിങ്ങനെ തലതാടൻ തല കുളിക്കും. ചാപ്പാടും കഴിക്കാതെ, കുളിക്കാതെ, പല്ലും തേക്കാതെ, എൻ്റെ ഭാഷയിലങ്ങ് പറയാന്നേ. ഈ മനുഷ്യൻ ഇരിക്കുക. മോൻ ഇളയ ചെറുക്കൻ പോയ അന്ന് മുതൽ ഈ ചെറുക്കൻ ഊണുമില്ല, ഈ അപ്പം പടി ഊണുമില്ല, ഉറക്കമില്ല, ഇങ്ങനെ കുത്തിയിരിക്കുക. അവനെ സേവിക്കുന്ന മൂത്ത മോൻ എന്നും വയലിൽ പോകുന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. വൈകിട്ട് വരുമ്പോൾ പപ്പ പണി, ഇന്ന പണി, എല്ലാം തപ്പം തല കുലുക്കും.
എടാ, ഈ അപ്പൻ ഉണങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഹിസ് ഹാർട്ട് ഈസ് ക്രേവിങ് ഓർ ക്രൈങ് ഫോർ ദ ലോസ്റ്റ് വൺ. ഐ ചലഞ്ച് യു, ഇതൊരു അടുത്തൊരു ലെവലാ. അപ്പനെ unless your worship touches the heart of your dad, unless your worship touches the heart of your dad, അപ്പൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ നിങ്ങളുടെ ആരാധന? അപ്പൻ്റെ ഹൃദയത്തെ സ്പർശിച്ചാൽ you might have known the throbbing of his father's heart. throbbing means സ്പന്ദനം. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞായിരുന്നെങ്കിൽ അപ്പനെ ഉണങ്ങി ഉറങ്ങി വരുന്ന കാരണം എന്താണെന്ന് ആരറിഞ്ഞേനെ? അപ്പനെ ഉണങ്ങി ഉണങ്ങി വരുന്ന കാരണം ആരറിഞ്ഞേനെ? ഈ മൂത്ത മോൻ അറിഞ്ഞാനോ? അവൻ എന്നേ അനിയനെ തേടിപ്പോയേനെ. അപ്പനെ സ്നേഹിക്കുന്നവൻ അപ്പനെ സ്നേഹിച്ചിട്ടാകർത്ത അപ്പനെ സേവിച്ചിരുന്നെങ്കിൽ, അവൻ്റെ സേവ ആരാധന, അവൻ്റെ സേവ സ്നേഹത്തിൽ നിന്നായിരുന്നെങ്കിൽ എന്നേ അനിയനെ തേടി ഈ ചേട്ടൻ അപ്പൻ്റെ ഹൃദയത്തെ തൊടുന്നില്ല നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധന ഇങ്ങനായി പോകുന്നത്. എൻ്റെ പ്രമേയത്തിൽ നിന്ന് മാറിപ്പോയി. എന്നെ അങ്ങനെ ആത്മാവ് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ ഭാരം കൊണ്ട് പറഞ്ഞതാ. തിരിച്ചു വരാം. നമ്മുടെ കണ്ണ് തുറക്കണം, നമുക്കൊരു ദർശനമുണ്ടാകണം. A revelation. You are desperately in need of a revelation. A revelation will definitely revolutionize your life. That will be transforming your life. Why the life is not transformed? Why the life is not revolutionized? Why the worship is not revolutionized? Because you do not have a revelation. Once you get your eyes opened up, you will be receiving something as revelatory, which will eventually be breaking every shackles of darkness, and it will be transforming your entire life. That you will be a different person with a different perspective. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, ഐ എം ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് എ റെവലേഷൻ. എൻ്റെ ഇന്നത്തെ നിലവാരം മാറാൻ എനിക്കൊരു വെളിപ്പാട് വേണം. Open the eyes of my heart. Let me have an enlightening of my heart. എല്ലാവരും പറയും എനിക്ക് പവർ വേണം, പവർ വേണം. കം ഹോളി സ്പിരിറ്റ്, എംപവർ മീ. ചുമ്മാതെ തരത്തില്ല. എംപവറിങ് നടക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് എന്ത് വേണം? എൻവിഷനിങ് വേണം. യുവർ ഐ ഷുഡ് ബി ഓപ്പൺ, യുവർ സ്പിരിച്വൽ ഐ ഷുഡ് ബി ഓപ്പൺ. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമോ? ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം, എങ്ങനെ ഈ സ്പിരിച്വലി ഓപ്പൺ ആകുമെന്ന്. ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എനിക്കെല്ലാവരും ഒന്നും വേണ്ട, 4 പേരായാലും മതി. എല്ലാവരും കൈവയ്ക്കൽ എക്സസൈസ് ചെയ്യണം. ആഗ്രഹമില്ലാത്ത ഒരാൾക്കാ സഭ വളരണമെന്ന് ആഗ്രഹമില്ലേ? അങ്ങനെയില്ലേ നമ്മൾ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അത്രയേ ഉള്ളൂ, ഇല്ലയോ? ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എനിക്ക് മെനക്കെടാൻ who will take the responsibility? പൂച്ചയ്ക്ക് ആരും മണി കിട്ടും എന്നുള്ളതാ പ്രശ്നം. നമ്പർ 1, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിരുന്ന കരം ഉയർത്തും. അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുള്ളവർ. ഓക്കെ, ഇതിൽ തന്നെ അന്യഭാഷ അടയാളം ഒരു അടയാളം എന്നതിനപ്പുറം ഒരു ഭാഷാ വരത്തിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? Those who can continuously speak in tongues for hours. Thank you. I'm honoring such. I know that. What about you? You have to come to that level. കണ്ണു തുറക്കത്തില്ല. കണ്ണു തുറക്കാനുള്ള ഒറ്റ വഴി ഞാൻ പറയാം. നമ്മുടെ സ്പിരിറ്റ് വെള്ളത്തെ കാണാനുള്ള ഒറ്റ മാർഗം ഇതേ ഉള്ളൂ. ഒരു ഉപദേശമാര് പറഞ്ഞു തരത്തില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. 100 രൂപ പത്രത്തിൽ ഞാൻ 100 rupees സ്റ്റാമ്പ് പേപ്പർ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇഫ് യു ട്രൈ ദിസ് യു വിൽ സീ മിറക്കിൾസ്. ഒരു ദിവസം 3 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥന. ഞാൻ ഈ മാരത്താൻ പിടിപിടിച്ചിട്ട് വരുന്ന ആളാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം? ഞങ്ങൾ ബിസി സ്കെഡ്യൂളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും ബിസി സ്കെഡ്യൂളാണ്. സ്കൂളിലൊരു ജോലിയുണ്ട്, ബൈബിൾ കോളേജ് ജോലിയുണ്ട്, പിന്നെ ശുശ്രൂഷ പോകണം, പിന്നെ വീട്ടുകാർ നോക്കണം, പിള്ളേർ വീട്ടിൽ സാധനങ്ങൾ മേടിക്കണം, ജോലി. ഭാര്യ വഴക്കാണ്, നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞു. പണങ്ങി പോകുന്ന പോലെ എനിക്ക് പേടിയാണ്. ഇന്ന് വരെ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചു. രാവിലെ പോയപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നീ രാവിലെ റബ്ബർ വീട്ടുകാരൻ്റെ പുറകിന് പോയി. ഞാൻ ഇപ്പം എന്നോട് പറയുന്ന നേരമില്ല, എനിക്ക് സമയത്ത് പോകണമായിരുന്നു. ദേഷ്യപ്പെട്ടിരിക്കുക.
ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഒരു സുവിശേഷം എന്ന നിലയിൽ ടീപ്പൻകാർ പറയുന്ന ഉപദേശങ്ങളൊക്കെ എത്താണ്ടാണെങ്കിലും ചില പോളിസി ശരിയാ. ഒരു നല്ല സുവിശേഷകനാണെങ്കിൽ യു കനോട്ട് ഡു ജസ്റ്റിസ് ബോത്ത് യുവർ ഫാമിലി ആൻഡ് മിനിസ്ട്രി. Once you show justice to your ministry, naturally you cannot do justice to your family. Once you show justice to your family, you cannot do justice to the ministry. അതെൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, സത്യം അത്. അല്ലെ ജോസഫിന് വെളിപ്പാട് കൊടുത്ത പോലെ, സ്വപ്നം കൊടുത്ത പോലെ മറിയയ്ക്കും അതുപോലെ കൊടുക്കണം. മറിയ കൊടുത്ത പോലെ ആ സമയത്ത് തന്നെ മറിയയ്ക്കും ജോസഫിനും അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വെളിപ്പാട് കിട്ടിയെങ്കിലേ നടക്കത്തുള്ളൂ. സ്തോത്രം. കണ്ണു തുറക്കാൻ 3 മണി. അതിന് ഭാഷാപരമുള്ള ഒന്നൊരു കരമുയർത്തി. അപ്പം ഞാൻ അവിടെ നിന്ന് പോവാം, എനിക്ക് ഓടിപ്പോകാൻ താല്പര്യമുണ്ട്. ഭാഷാപരമുള്ളവർ ഭാഷ പറഞ്ഞാൽ അന്യഭാഷയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ അന്യഭാഷ മാത്രമേ പറയത്തുള്ളൂ. സ്തോത്രം സ്തോത്രം പറഞ്ഞു ഇങ്ങനെ അന്യഭാഷ മാത്രം. ഇംഗ്ലീഷും വേണ്ട, മലയാളം വേണ്ട. കീപ് ഓൺ സ്പീക്കിംഗ് ഇൻ ടങ്സ്. അത് കഴിയുന്ന എത്ര പേർ യു ക്യാൻ ഡു ദാറ്റ് അല്ലേ? എന്നോട് പറഞ്ഞല്ലോ ഇല്ലേ, രാവിലെ പറഞ്ഞില്ലേ? അങ്ങനെ ക്യാൻ യു ഡു ദാറ്റ് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നിങ്ങളൊരു 3 മണിക്കൂർ, രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേക്കണം, 6 മണി വരെ ഒരു മാരത്താൻ പിടിപ്പിടിക്കണം. ഞാൻ ബോണ്ട് പേപ്പറിൽ എഴുതിത്തരാം. 1 മാസം നിങ്ങൾ ആ സ്പിരിച്വൽ എക്സസൈസ് ഇറങ്ങാമെങ്കിൽ നിങ്ങൾ ആത്മമണ്ഡലം കാണാൻ തുടങ്ങും. Do that. Pinistis, pastis. You need to do that. ആത്മമണ്ഡലം കാണാൻ തുടങ്ങും, വിഷൻ കാണാൻ തുടങ്ങും. ആത്മമണ്ഡലത്തിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് നമുക്ക് എക്വിപ്പ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഫോക്കസ്ഡ് ടാർഗറ്റ് അറ്റാക്ക് നടത്താൻ പറ്റും. സാത്താൻ്റെ കൊത്തങ്ങളും കേൾക്കുക. അവൻ പ്ലാൻ ചെയ്യുന്നതിന് അറ്റാക്ക്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, ദാവീദിൻ്റെ വീരന്മാരുടെ കൂട്ടത്തിൽ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ 2 Samuel chapter 23 verse 20. ആ പുള്ളിയെക്കുറിച്ച് വായിക്കുന്ന ദാവീദിൻ്റെ വീരന്മാരുടെ കൂട്ടത്തിൽ എന്താ 20 വാക്യം 23-22 ശമൂവേൽ. ദാവീദിൻ്റെ വീരന്മാരുടെ കൂട്ടത്തിൽ ഒരു പുള്ളിയുടെ പേര് പറയുന്നുണ്ട്, ബെനയാവെന്ന്. ഹാവ് യു സീൻ ദാറ്റ് നെയിം? ക്യാൻ യു ജസ്റ്റ് റീഡ്? യെഹോയാദയുടെ മകനായ ബെനയാവെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അരിയേലിൻ്റെ 3 മക്കളെ സംഹരിച്ചത് കൂടാതെ ഹിമകാലത്ത് ഒരു ഗുഹയിലേക്ക് ചെന്ന് ഒരു സിംഹത്തെയും അടിച്ചു വന്നു. അപ്പം സിംഹത്തെ കൊന്ന 3 പേരുണ്ട് പുസ്തകത്തിൽ. ഈ പുള്ളിയുടെ പേര് പലരും ഓർക്കാറില്ല. ദാവീദിനെ അറിയാം, ഷിംഷോനെ അറിയാം, പക്ഷേ ബെനയാവിൻ്റെ പേര് നിങ്ങൾ എത്ര പേര് ഓർക്കും? അറിയാവുന്നവർ, ആത്മാർത്ഥത്തോടെ അറിയാവുന്നവർ, അറിയാമായിരുന്നല്ലേ? ഞാൻ പണ്ട് CA പോയപ്പോൾ യൂത്ത് ക്യാമ്പിൽ പോകുമ്പോഴാണ് ഇത് ഞങ്ങൾ കിസ് പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ പിന്നീടാണ് എനിക്ക് അതിൻ്റെ അകത്ത് ഗുഡൻസ് മനസ്സിലായി. എന്താണെന്നറിയാമോ? ഈ ബെനയാവ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ്, ശലോമോൻ്റെ കാലത്ത് ഇയാൾ സൈന്യാധിപനായി, ഒരു സ്പെഷ്യൽ ടൈപ്പ് പുള്ളിയാണ്. ഈ പുള്ളിക്കാരനറിയാം, ഇല്ല സിംഹം നല്ല സണ്ണി ഡേ വന്നു കഴിഞ്ഞാൽ അവൻ മൂരിയൊക്കെ നിവർത്തം നിന്ന് പുറത്ത് വരും, അവൻ അറ്റാക്ക് തുടങ്ങും. അതുകൊണ്ട് അവൻ ഉണർന്നു വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാത്തിരിക്കുന്നത് അവൻ്റെ ഗുഹയിലേക്ക് ചെന്ന്. ഞാൻ നിങ്ങളോട്, ഒഫൻസ് ഈസ് ബെറ്റർ ദാൻ ഡിഫൻസ്. അത് വേറെ ലെവലാണ്. ഞാനത് പറയാൻ ഇപ്പോൾ പോയാൽ തിരിച്ചു വരേണ്ടി വരും. എന്നാലും നമ്മൾ എപ്പോഴും ഒഫൻസീവ് മെക്കാനിസം. ഞാൻ പണ്ട് പന്ത് കളിക്കാറ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ, ശാസ്താട് കോളേജിലെ ഫുട്ബോൾ ടീം മെമ്പറായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പോയി പന്ത് കളിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഇൻ്റർ കോളേജേറ്റ് ഇതിന് പന്ത് കളിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ കാലൊക്കെ മുട്ടിൻ്റെതായിട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ ചവിട്ടി പാടൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കോച്ച് ഞങ്ങളോട് പറയുന്നത്, ഞാനൊരു ഫുട്ബോൾ ടീമിൻ്റെ ക്ലബിൻ്റെ ക്യാപ്റ്റനായിരുന്നു, ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ടീം ക്യാപ്റ്റനായിരുന്നു. 1992 കൊല്ലം ജില്ലാ ചാമ്പ്യന്മാർ ഞങ്ങളായിരുന്നു ലീഗിൽ. ചക്കുളി കോസ്മോസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ കോച്ച് എപ്പോഴും പറയുന്നതാണ്, കളി എപ്പോഴും എതിരാളിയുടെ കോർട്ടിൽ വേണം. ഡോണ്ട് എവർ പെർമിറ്റ് യുവർ എനിമീസ് ടു ഹാവ് ദ പ്ലേ ഇൻ യുവർ ഫീൽഡ്. ഫുട്ബോളിൽ 2 ഹാഫുണ്ട്, നമ്മുടെ ഹാഫും എതിരാളിയുടെ ഹാഫ്. നമ്മുടെ ഹാഫിലിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് വരുമ്പോൾ ചാടി എങ്ങാണ്ടൂടെ വരുന്നവൻ ഒരൊറ്റ കിക്ക് ചെയ്യും, ഗോൾ കീപ്പർ ശ്രദ്ധിക്കാതിരിക്കും, എന്തോ കയറും. ഫൈനലി ദ വാർ വിൽ ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസ് ഓഫ് ഗോൾസ്. മനസ്സിലായില്ല അല്ലേ? വീഴുന്ന ഗോളുകളുടെ അടിസ്ഥാനത്തിലാണ് എന്തോ തീരുമാനിക്കുന്നത്, കളിയുടെ അടിസ്ഥാനത്തിലല്ല ജയം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ ഇട്ട് കളിച്ചാൽ അവൻ എതിലേക്ക് വന്ന ഒരുത്തൻ ഒരു പുറയേന്ന് വരുന്നവനായിരിക്കും, ഒരു തട്ട് കെട്ടും, ഗോൾ കീർ കാണത്തില്ല, വന്ന് പോസ്റ്റ് കയറും, നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് കളി എപ്പോഴും എതിരാളിയുടെ ഗ്രൗണ്ടിൽ വേണം. Station yourselves in the territory of the enemies.
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പോരാട്ടത്തിൽ നമ്മുടെ കണ്ണു തുറക്കണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. പൗലോസിയോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അങ്ങനെ പ്രകാശിക്കുമ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയും. എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മളെ വിളിച്ചെന്നുള്ള കാര്യം നമുക്ക്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് എന്താ മിനിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഈവൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ഞങ്ങൾ പഠിപ്പിക്കുന്ന പിള്ളേർ ഫൈനൽ ഇയർ വരുമ്പോൾ എന്തൊക്കെ വരും, പേഴ്സണലി സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു സാറേ, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന്. അബൌട്ട് ടു ഗ്രാജുവേറ്റ്. എന്ത് ചെയ്യാൻ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോവാ, 3 വർഷം ഇവിടെ പഠിച്ചു, അവൻ ഇതുവരെ എന്താ ചെയ്യണമെന്ന് എന്തില്ല, ഒരു ഫോക്കസ് ഇല്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലേ. 4 വർഷം PhD പഠിച്ചിട്ട് വന്നിരിക്കുക, ക്ലിനിക്കൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ഗ്രോപ്പിംഗ് ഇൻ ഡാർക്ക്നെസ്. ഐ മീൻ റൈറ്റ് ദാറ്റ് വേർഡ് ഗ്രോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഗ്രോപ്പിംഗ് എന്നാണ്, അതാ ഗ്രോപ്പിളിംഗ് എന്നാണ്. ഗ്രോപ്പിംഗ് ഇൻ ഡാർക്ക്നെസ്, still cruising in the ocean. Now I challenge you, unless you know the fort you are heading towards, any wind is a bad wind for you. Unless you know the fort you are heading towards, unless you know the port you are heading towards, any wind is a bad wind for you. ഏത് തുറമുഖത്തേക്കാ പോകണ്ടേന്ന് കപ്പിത്താൻ അറിയത്തില്ലെങ്കിൽ അറിഞ്ഞു കൊള്ളണം, അടിക്കുന്ന ഏത് കാറ്റും പ്രതികൂലത്തിന്റെ കാറ്റുകളായിരിക്കും. നോഹയും കുടുംബം അല്ലാതെ പെട്ടെന്ന് കയറിയിരിക്കുക, കുറെ ദിവസം ഇങ്ങനെ ഒഴുകി നടക്കുക. അപ്പം ഈ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സമയമുണ്ട്. നീ വെള്ളം ഇറങ്ങി തുടങ്ങാന്ന് പറഞ്ഞാൽ അറിയാമോ, the water will be going down, the water level will be going down, because മഴയൊക്കെ തോന്നും, വെള്ളം ഇറങ്ങി, ഫ്ലഡ് വാട്ടർ ഈസ് ഗോയിങ് ഡൗൺ. അങ്ങനെ ഫ്ലഡ് വാട്ടർ ഇറങ്ങി പോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ദ ഷിപ്പ് ഓർ ദ ബോട്ട് ആൾസോ വിൽ ബി, ബിക്കോസ് എഞ്ചിൻ ഉള്ളതല്ലോ, പായ്ക്കപ്പൽ ടൈപ്പ് അല്ലേ. ഈ ബോട്ട് എങ്ങോട്ട് പോകും, എങ്ങോട്ട് പോകും? ഈ വെള്ളത്തിൻ്റെ കൂടെ പോകും. ഈ ബോട്ട് വെള്ളത്തിൻ്റെ കൂടെ പോയായിരുന്നെങ്കിൽ സത്യത്തിൽ പ്രളയത്തിന് ശേഷം ഭൂമിയിലെ എല്ലാ വെള്ളവും പറ്റിയോ? ഇല്ലല്ലോ. ഇന്നും 2 കടലല്ലേ. എൻ്റെ തമ്പുരാനെ, നോഹയുടെ പെട്ടകം വല്ല പാസിഫിക് ഓഷന്റെ നടുക്കും ചെന്ന് നിന്നേനെ, ഈ പുള്ളിക്ക് പുറത്തിറങ്ങാനൊക്കെ ആയിസ് നോക്കൂച്ചാ. അവിടെ തമ്പുരാൻ പറഞ്ഞു, ഇതുവരെ അവൻ പൊക്കൊണ്ടിരുന്ന ഫ്ലോയ്ക്കെതിരെ ഒരു കാറ്റടിക്കാൻ, അടിച്ച് ഈ കാറ്റ് കപ്പലിനെ എടുത്ത് തുർക്കിയുടെ പടിഞ്ഞാറ് വശത്തുള്ള മലയുടെ അറാറത്ത് എന്ന മലയുടെ മണ്ടയ്ക്കൊന്ന് ഇടിച്ച് കയറ്റി വെച്ചു. പക്ഷെ ഇതുവരെ പൊക്കൊണ്ടിരുന്ന ഫ്ലോയ്ക്ക് അഗ്നിസ്റ്റ് ആയിട്ട് കാറ്റടിച്ചപ്പോൾ പെട്ടകത്തിൽ നിന്ന് നോഹ ചിന്തിച്ചോ, അല്ലെ പിള്ളാരപ്പന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പം പറഞ്ഞു കേട്ടാ ഞങ്ങൾ പെട്ടകത്തിൽ കയറി, ഇപ്പൊ അതാണ്ട് വല്ലാണ്ട് കാറ്റടിക്കുന്നു, നമ്മൾ വിചാരിച്ച് തീരാറായെന്ന്, എല്ലാം സ്വസ്ഥമാകുന്നു, ഇപ്പൊ എതിരായിട്ട് കാറ്റടിക്കുന്നു. എൻ്റെ പൊന്നു നോഹേ, നോഹയുടെ മക്കളെ, ശേമേ ഹാമേ യാവത്തെ, ഈ കാറ്റ് നിന്നെ കയറ്റിക്കൊണ്ട് അവസാനിപ്പിക്കാനല്ലതാ, അത് നിന്നെ ഉറപ്പിക്കാനുള്ള കാറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ഡിസ്ട്രോയ് യു ബട്ട് ടു എസ്റ്റാബ്ലിഷ് യു. അത് തിരിച്ചറിയണമെങ്കിൽ ദർശനമില്ലാത്തവന്, കാഴ്ചപ്പാടില്ലാത്തവന്, അകക്കണ്ണ് തുറക്കാത്തവന് അടിക്കുന്ന ഏത് കാറ്റും പ്രതികൂലത്തിന്റെ കാറ്റാണ്. മൂന്ന് മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കണം. ഇവരെ കൊണ്ട് ഞാൻ തീരുമാനിപ്പിക്കണം. ഞാൻ തോറ്റുപോയ പിന്നെ നാണക്കേടാ. എന്നാലും ഒന്ന് നോക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ എൻ്റെ ആത്മീയ നിലവാരത്തിന് മാറ്റം വരും. ബെനയാമിനെ പോലെ പിശാചിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇന്ന് മിക്കവാറും ദൈവങ്ങളെല്ലാം സീസണൽ ഗോഡ്സാ. റൈറ്റ്? സീസണൽ ഗോഡ്സ് എന്ന് ഓരോ സീസൺ വരുമ്പോൾ അക്കോട്ടും പാട്ടും ബഹളവും. സ്വത്രം. ആ സീസണൽ ഗോഡ്സ് അവർ സൈലൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണം. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഭയങ്കര പാടാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ എല്ലായിടത്തും CCTV ക്യാമറ വെച്ചേക്കുക. ഞങ്ങൾ 40 ദിവസം ഉപവാസം ഇരിക്കും. ഞങ്ങളുടെ സഹന സ്ഥിരം
റെക്കോർഡ് ചെയ്യുന്നുണ്ടായാലും റിലേ ചെയ്ത് കളഞ്ഞല്ലേ. ഈ 40 ദിവസമൊക്കെ ഉപവാസിരിക്കുമ്പോൾ 40 ഞങ്ങൾ ഒരിക്കൽ കറുകച്ചാലൊരു ഉപവാസ പ്രാർത്ഥന 40 ദിവസം 39 ദിവസം ഞാൻ ശുശ്രൂഷിച്ചു. പാസ്റ്റർ റെജി വർഗീസ്. ഞാൻ അദ്ദേഹത്തോട് നമുക്കൊരു പണി ചെയ്യാവുന്നു, എന്ത് വേണം? ഞാൻ വരും ചെല്ലുന്നതിന് മുമ്പ് 40 ദിവസം ഉപവാസമില്ല. നമ്മുടെ ദേശത്ത് അടിക്കേണ്ടവനെയൊക്കെ അടിക്കണം. ഒരു 10-20 വർഷത്തിന് മുമ്പാണ്, 2004 ഡിസംബറിലാണ് അടിക്കാനൊക്കെ തീരുമാനിച്ചു കേട്ടോ. ഒരു 5 കിലോ ഉപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ രാത്രി വാക്സിനേറ്റ് സർവീസ് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന തീരായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ഈ ഉപ്പൊക്കെ വാരി വെച്ച് വണ്ടിയിലോട്ട് വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ച് പോയി. ഞങ്ങൾ അവിടുത്തെ പവർ പോയിൻ്റ് എല്ലാം ലൊക്കേറ്റ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആത്മപോരാട്ടം ഇല്ലയോ? നിങ്ങളുടെ ഈ തിരുവനന്തപുരം പട്ടണത്തിലെ പവർ പോയിന്റ്സ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? Do you know the fortresses where the power of darkness is located or placed? അവൻ്റെ ഫോർട്രസ്, അവൻ്റെ കോട്ടക്കൊത്തലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ ഈ പട്ടണത്തിലൂടെ കയറുകയും മടക്കുന്നത് ഇതുവല്ല നമുക്ക് നേരമുണ്ട്. നമ്മൾ ഇതിൽ പണ്ടാണ്ട് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാര്യം, നമ്മുടെ പിള്ളേരുടെ കാര്യം, നമ്മുടെ വീട്ടിലെ കാര്യം, നമ്മുടെ ജോലിയുടെ കാര്യം, നമ്മുടെ ഭാവിയുടെ കാര്യം, നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യം, നമ്മുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തരണേ എന്ന് പറഞ്ഞാൽ ഇല്ല കണ്ണട്ടെ പോലെ അതിനൊറ്റ ജോലിയുള്ളൂ. എന്താ കണ്ണട്ടയ്ക്കുള്ള പ്രത്യേകത? എന്താ? അവർക്ക് 2 പെമ്മക്കളുണ്ട്. അവർ മിണ്ടുന്നില്ല. പറ ഫാസ്റ്റെങ്കിലും എൻ്റെ കൂടെ നിന്നില്ലേ? തരിക നമ്മൾ നീ തരിക കൃപമാരി പോലെ നില്ലാത്മ. നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് വന്ന് താന്ന് പറയുന്നിടത്ത് പ്രൈസ് ഗാഡ്. എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്കുണ്ട്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്കാണെന്ന് എൻ്റെ ഓർമ്മ. നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് if you live in spirit you have to walk in obedience of the spirit. അങ്ങനല്ലേ? if we live in the spirit let's also ഇത് സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലൊരു മൂഡാണ്. സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ come on let's run a race like what you call let's walk like as a team. നമ്മൾ കൂട്ടോട്ടം പോലെ എന്താ എന്നുവെച്ചാൽ the very power for your walk come out of the one who asked you to walk. അതാ സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലൊരു മൂഡുണ്ട്. ഓക്കെ, എത്ര മൂഡുണ്ട് മോനെ? വീഡിയോ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നേയുള്ളല്ലോ, അവനെല്ലാം മറന്നു പോയി കാണും. എടാ ഇൻഡിക്കേറ്റീവ് മൂഡ് എടാന്നൊക്കെ വിളിക്കാവോ? സ്റ്റുഡൻ്റാന്നുള്ള മട്ടില്ല വിളിക്കുന്നത് കേട്ടോ. എൻ്റെ മോൻ്റെ പ്രായമൊന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ വിളിച്ചങ്ങ് ക്ഷമിക്കുക. ഇൻഡിക്കേറ്റീവ് മൂഡ്, ഇമ്പരറ്റീവ് മൂഡ്, സബ്ജക്റ്റീവ് മൂഡ്, ഹോർട്ടേറ്റീവ് മൂഡ്. ഈ സബ്ജക്റ്റീവ് ഹോർട്ടേറ്റീവ് നിങ്ങളെ 25 ലെസനെ കൂടി പഠിപ്പിച്ചാൽ ഗ്രീക്കിൽ ഇല്ല, മിഡിൽ വെർബ് വരെ പഠിപ്പിക്കത്തുള്ളൂ. അത് സാർമാർക്ക് ഭയങ്കര പണിയല്ലയോ, ഇത് കഷ്ടപ്പാടും ഇതുമല്ലയോ. ഞാൻ പിന്നെ UTCയിലാണ് പഠിച്ചത്. അവർ 44 ലെസണും മനോഹരമായിട്ടും എല്ലാം പഠിപ്പിച്ച് ഞങ്ങളെ പഠിച്ച് ശരിയാക്കി വിട്ടത്. UTCയിലൊക്കെ പോകാനുള്ള ഗുണമാണ്. നമ്മുടെ എല്ലാം ഈ ലൊട്ടിലോട്ട് കുറയുടെ എങ്ങനെയെങ്കിലും ആ ബൗണ്ടറി ഒന്ന് കടത്തി വിടുക എന്നുള്ളതേ ഉള്ളൂ. കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. അപ്പോൾ സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ come on let us run as a team, relay ഓട്ടോ. You are not competing with one another, competing to one another. We are not competing each other or one another. We work as a team. Come on, let's come. The writer says in Hebrews, come on. Hebrews 12 എന്താ? അങ്ങനെ നാം സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ വരുന്ന പാവം വിട്ട് നമുക്ക് ഉന്നയിച്ച് ഓട്ടം സ്ഥിരതയോടെ ഒരിടത്ത് നടക്കാന്ന് പറയും. എനിക്ക് ഭയങ്കര രസമാണ്. FS ലേഖനത്തിലൊക്കെ അല്ല ഗലാത്യ ലേഖനത്തിൽ നടക്കാൻ പറഞ്ഞാൽ പൗലോസിനെ എബ്രായ ലേഖനം എഴുതിയെന്നാകും. അതിന് പങ്ക് വിശ്വസിക്കും. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഗലാത്യ ലേഖനമൊക്കെ എഴുതിയപ്പോൾ നടക്കാൻ പറഞ്ഞ പൗലോസ് എബ്രായ ലേഖനം വന്നപ്പോഴേ പറഞ്ഞ് ഇനി നടന്നാൽ പറ്റത്തില്ല. It's high time that you might run rather than simply walking. The time of walking is over. നടക്കുന്ന സമയം കഴിഞ്ഞ് ഇനി ഓടേണ്ട സമയമായി. The time is running short. Come on, let's run. ഗ്രീക്കിലെ സബ്ജക്റ്റീവ് മൂഡാ. We run as a team. Hallelujah. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ ഈ വാക്യത്തിൽ പറയുന്ന വാക്ക്, എനിക്ക് ആ വാക്കെന്ന് പറയാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയത് കേട്ടോ. ഗലാത്യ ലേഖനം 5:25 പറയുന്ന വാക്ക് എന്നുള്ളതിന് ഗ്രീക്ക് 2 പദങ്ങളാണ്. ഗ്രീക്കിൽ എത്ര പദം? 2 പദം. ഒരു പദം എന്ന് പറയുന്നത് പെരിപ്പാറ്റ് എന്ന് പറയും. 5:16 അതാ വായിക്കുന്നത്. ഗലാത്യർ 5:10 നാം ആത്മാവിൽ ജീവിക്കുന്ന നാം ആത്മാവിനാൽ
ആത്മാവിൽ ജീവിക്കുന്നത് ജഡത്തിൻ്റെ മോഹം നിർവഹിക്കില്ല. ഇഫ് യു വാക്ക് ഇൻ സ്പിരിറ്റ്, നമ്മൾ ആത്മാവിനാൽ നടക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ മോഹം, ഇഫ് യു വാക്ക് ഇൻ സ്പിരിറ്റ് യു വിൽ നോട്ട് സാറ്റിസ്ഫൈ ദ ഡിസയർ ഓഫ് ദ ലസ്റ്റ്, ഓർ അല്ലേ, ആത്മാവിൽ നടക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കില്ല. അവിടെ പെരിപ്പാറ്റിയോ എന്നൊരു ഗ്രീക്ക് പദമാണ്. ഈ പെരിപ്പാറ്റിയോ എന്നുള്ള പദം ഞാനത് പറയാനായിട്ടാണ് പോകുന്നത്. പെരിപ്പാറ്റിയോ എന്നുള്ള പദം അത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ഡിഫൻസാണ്. എന്താ വെച്ചാൽ ഈ ഒരു സെൻട്രിയുടെ പണി. സെൻട്രി എന്ന് പറഞ്ഞാൽ ആരാ? സെൻട്രി പാറാവുകാരെന്നൊക്കെ പറയത്തില്ലേ പണ്ട് പോലീസ് സ്റ്റേഷനിൽ പാറാവുകാരൻ, അല്ലെങ്കിൽ നമ്മുടെ BSF ജവാന്മാരുടെ പണിയാണ്. എന്താണ് അവരുടെ ജോലി? ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ? ഡിഫൻസീവ് മെക്കാനിസമാണ് പെരിപ്പാറ്റയോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പെരിപ്പാറ്റ എന്ന് പറഞ്ഞേ. പെരിപ്പാറ്റ എന്ന് വെച്ചാൽ ഡിഫൻസീവാണ്. പക്ഷേ 5:25 വരുമ്പോൾ പൗലോസ് മാറ്റിപ്പിടിക്കുക, ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നാം ആത്മാവിനനുസരിച്ച് നടക്കുക. അവിടെ സ്റ്റോയിക്കയോ എന്നൊരു പദമായി വയ്ക്കുന്ന പറഞ്ഞേ, സ്റ്റോയിക്കയോ. സ്റ്റോയിക്കോ എന്നുള്ള പദം ഒഫൻസാണ്. അതിൻ്റെ അർത്ഥം സ്റ്റോയിക്കോ എന്ന് പറഞ്ഞാൽ നോട്ട് സിംപ്ലി വാക്കിംഗ് ബട്ട് മാർച്ച് ലൈക്ക് ആൻ ആർമി അൺ ടു ദ എനിമി ടെറിട്ടറി. എവിടെയാണ് നടക്കുന്നത്? ശത്രുവിൻ്റെ ടെറിട്ടറിയിലേക്ക് മാർച്ച് ചെയ്യാൻ. ഞാൻ റിജി വർഗീസ് മാസ്റ്ററോട് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പവർ പോയിന്റ് എല്ലാം പോയിന്റ് ചെയ്ത് വെച്ചിട്ട് രാത്രി പോയി, ഇപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, സൂപ്പർ അടി അടിച്ചു കേട്ടോ. ഒരു സംഭവിച്ചെന്താണെന്നറിയാമോ? ഞാൻ പൊന്നൂർ ബദേൽ ബൈബിൾ കോളേജിൽ അധ്യാപകനാണ്. അപ്പം എനിക്കൊരു ജനുവരി മാസം ഒരു 15-ാം തീയതി ആയപ്പോഴത്തേനും രജി വർഗീസ് പാസ്റ്ററുടെ ഫോൺ വന്ന്, പാസ്റ്റർ ഇവിടെ ഭയങ്കര കാര്യങ്ങൾ നടന്ന്, ഇവിടെ പുനഃപ്രതിഷ്ഠ, മനസ്സിലായില്ല, എവിടെയെങ്കിലും പുനഃപ്രതിഷ്ഠയുടെ ബോർഡ് വരുന്നെങ്കിൽ അന്നേരം ഓർത്തണം അവിടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുണ്ട്. ഇവിടെ ഇരുന്ന കുടിയിരിപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നോട് ആ ദേവദാസം വിളിച്ച് ആ ദിവസം വിളിച്ച് ഒരു 7-10 നായർ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നു. തനിയെ വന്ന് സഭയിൽ കയറി. ഞാനിത് ഉമ്മാക്കി കഥയൊന്നുമല്ല, ഉമ്മായി കഥ പറയുകയല്ല. നമ്മൾ ഇതിന് തയ്യാറാകണം. ബെനയാവിനെ പോലെ എനിമി ടെറിട്ടറിയിലേക്ക് മാർച്ച് ചെയ്യണം, കയറി അടിക്കണം. നിങ്ങൾക്ക് ആത്മാവിൻ്റെ കയറി അടിക്കാൻ പറ്റും? മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കിരിയന്മേലിറങ്ങണമേ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണനില്ലയോ? ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ തീയാൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കനിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ ആത്മാവേ കനിയണമേ, അഭിഷേകം. ഞാൻ അടുത്ത ലെവലിലേക്ക് പോകണം, സമയം ഓടി പോകുന്നല്ലോ. അപ്പൊ നമ്മൾ കണ്ണു തുറക്കുവാൻ ആദ്യം ചെയ്യേണ്ട കാര്യം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ചെയ്യുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വെളിപ്പാട് പ്രാപിക്കണം, അടുത്തൊരു സ്കെയിലിലേക്ക് വളരണം, നമ്മുടെ റേഞ്ച് മാറണം. I challenge you, you need to change your nature so that your range will be changing. ഇന്നും 2G നിൽക്കുക അല്ലയോ? 1900 അന്ന് പ്രാപിച്ച തനാപ്പന എന്ന് പറയുന്ന 2 അന്യഭാഷ പറഞ്ഞ് ഇപ്പോഴേ ഇരിക്കുക. അതും രണ്ടാമത്തെ പാട്ട് 4 പ്രാവശ്യം ആവർത്തിച്ച് പാടിയിട്ട് 4ാമത്തെ സ്റ്റാൻസ 4 പ്രാവശ്യം ആവർത്തിച്ച് അവൻ്റെ അവസാനം ഒരു അപ്പൻഡിക്സ് മാതിരി 2 കൈയടിയും 2 അന്യഭാഷ ഇട്ട് ഓരോ തീർന്ന് മ്യൂസിക് തീർന്നപ്പം എൻ്റെ ഫോണായിരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്തതാണെങ്കിൽ. ജീസസ് കറബബലഹഷർ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ ഫോണാണെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ. ഷീ ഈസ് ഫ്രം സിംഗപ്പൂർ. ഓക്കെ, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോൾ വിളിച്ചത്. ഓക്കെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞേ? നമ്മുടെ കണ്ണു തുറക്കണം. We need to have our eyes opened up. നമ്മുടെ കണ്ണ് തുറക്കണം. ദൈവമക്കളുടെ കണ്ണ് തുറക്കണം. സാത്താൻ്റെ സ്ട്രോങ് ഹോൾസ് തിരിച്ചറിയണം. അതിനെതിരെ പടപൊരുതുവാൻ ഒരു തയ്യാറെടുപ്പിലാണ്. Equip yourselves. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണ് തുറക്കണം, നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ കണ്ണ് തുറക്കണം. ഇന്ന് രാത്രി പറ, കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറന്ന് ദർശനങ്ങൾ കാണുന്ന നിലയിൽ പിശാചിന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് കടന്നാക്രമണത്തെ മാർച്ചിലേക്ക് an army under the enemy territories. അത് എനിമി ആരാന്നറിയണേ? എനിമിയുടെ അതിൻ്റെ വിഷയം ഇപ്പം ഞാൻ തൊടുന്നില്ല. യു ഷുഡ് നോ ഹു ഈസ് യുവർ എനിമി. യു ഷുഡ് നോ ദ സ്ട്രെങ്ത് ഓഫ് യുവർ എനിമി. കർത്താവ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരുത്തൻ 25,000 വരുമ്പോൾ നീ 10,000 പോയാൽ ബാക്കി അറിയത്തില്ലേ? ഒരുത്തൻ 25,000 വരുവാ യുദ്ധം ചെയ്യുക, 25,000 പടാളക്കാരുമായിട്ട്. നീ 10,000 അവരോട് യുദ്ധത്തിന് പോകുന്ന ജയിക്കുമോ? അന്നേരം നിങ്ങൾ ദൂരത്തിരുന്ന് എന്ത് ചെയ്യണം? അംബാസഡേഴ്സിനെ അയച്ച് രമ്യത എപ്പോഴും ഓർത്തുകൊള്ളണം. ഈ പവർ കുറവുള്ളവനാ കോംപ്രമൈസിന് തയ്യാറാവുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസിന് തയ്യാറാകുന്ന ഓർത്തോളം നമ്മൾ വീക്ക് പോയിന്റിലാണ്, നമ്മൾ വീക്കേഴ്സ് എൻഡിലാണ്, ഓർ ബിഗ്സിൻ്റെ എൻഡിലാണ്, ബലഹീനരുടെ എൻഡിലാണ്. എവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു? നമ്മൾ ബലഹീന വശത്താണ്. അഡ്ജസ്റ്റ്മെന്റ് വിളിച്ചു പറയും നമ്മൾ ബലഹീനാണെന്ന്. ശക്തൻ ഒരിക്കലും കോംപ്രമൈസിന് തയ്യാറാവത്തില്ല. നമ്മൾ പറയും നമ്മൾ ശക്തരാണെന്ന്, പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വീക്കർ പോയിന്റില്ല. ഇന്ന് രാത്രി പറ, കർത്താവേ അതൊന്ന് തിരിച്ചറിഞ്ഞു ശക്തി പ്രാപിക്കണം. പൗലോസ് പറയുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം. അവന്റെ ബലത്തിൻ അടുത്തതാ കണ്ണു തുറക്കണം, ആത്മമണ്ഡലം കാണണം. അതിനുള്ള വഴിയെ പറഞ്ഞ് എന്നിട്ട് അടുത്ത് പറയുന്നു, നിങ്ങളുടെ അകത്ത മനുഷ്യ അവിടുന്ന് വായിക്കുന്നത് എഫെസിലെ എഫെസിലെ 1:19 അവിടെ വായിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയ പ്രകാശനം അവൻ്റെ വിളിയാലുള്ള ആശയെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തെ അതൊക്കെ അറിയണം. അവകാശത്തിൻ്റെ മഹിമാദിനം എന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അത് നിങ്ങൾ പ്രാപിക്കണമെന്നല്ല അവിടെ പറയുന്നത്, അറിയണം. അപ്പൊ നമ്മൾ ആ ദൈവശക്തിയുടെ വലിപ്പം അറിയണം. The immeasurable power of the Spirit of God, the unfathomable power of the Spirit of God, അളക്കുവാൻ കഴിയാത്ത ശക്തി. We have got a lot of apparatus to make the measurement. Am I not right? നമുക്ക് ഒത്തിരി മെഷറുകളുണ്ട്, ഒത്തിരി മെഷർമെന്റിന്റെ എന്തോ അപ്പാരറ്റസ് നമുക്കുണ്ടല്ലേ. ദൂരം അളക്കാൻ നമുക്ക് സംവിധാനം ഇല്ലേ? ഉണ്ടോ മോനെ? ദൂരം അളക്കാൻ സംവിധാനം ഉണ്ടോ? ദൂരം അളക്കുന്ന യൂണിറ്റ് എന്താ വെച്ചാ അറിയോ? ഓക്കെ, ദൂരം അളക്കുന്ന സംവിധാനം വെച്ചാ എൻ്റെ കർത്താവ് ഞാൻ തോറ്റു സുല്ലിട്ടും. ഭാരം അളക്കാൻ നമുക്ക് സംവിധാനം ഉണ്ടോ? പറ, യൂണിറ്റ് പറ. ഗ്രാം, കിലോഗ്രാം. ദൂരം അളക്കാൻ മീറ്റർ, കിലോമീറ്റർ. നിങ്ങൾ ഞാൻ പ്രതികരിക്കാത്തേ? ഒന്നേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഫാസ്റ്റ് പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ ഗുണമില്ല, അല്ലെങ്കിൽ ഇതങ്ങ് നിർത്തിയാൽ മതി. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ. ദൂരം അളക്കാൻ ഞാനൊരു വാദ്യര, അതുകൊണ്ട് ചോദ്യം ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലും വാതുറക്ക്. ദൂരം അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്, ഭാരം അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്, ലിക്വിഡ് അളക്കാൻ നമുക്ക് സംവിധാനമില്ലേ? ഇല്ലേ? ലിറ്റർ അല്ലെങ്കിൽ ഗാലന്, ഒത്തിരി സംവിധാനമുണ്ട്. സൗകര്യമാരി നിങ്ങൾക്കറിയാവോ? വേദന അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. വേദനയുടെ യൂണിറ്റ് എന്താ? ഡെൽ. സാധാരണ ഒരാൾക്ക് മാക്സിമം ബിയർ ചെയ്യാൻ കഴിയുന്ന എത്ര ഡെൽ പെയിനാണെന്നറിയാമോ? 45 ഡെല്ലാ. അല്ലയോ? തെറ്റുന്നേ തിരുത്തണം കേട്ടോ. 45 ഡെല്ലിൽ കൂടുതൽ ഒരാൾക്ക് പെയിൻ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഏത് വേദനയാണ്? പ്രസവ വേദനയാണ്, ലേബർ പെയിനാണ്, ബത്ത് പാങ്. അതെത്ര? 57 ഡെല്ല എന്ന് പറഞ്ഞാൽ 20 ബോൺസ്
broken at a time with a crash accident. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ കോമായി പോകുന്നില്ല. 45 ഡൽഹി മേളിൽ പെയിൻ ആർക്ക് വന്നാലും ആളിന് പിന്നെ വേറെ അനക്കത്തില്ല, കോമായി പോകും. നോക്ക്, വേദന അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്, സ്പീഡ് അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. ഇല്ലേ മോനെ? ക്രിക്കറ്റ് കളി കാണാറുണ്ടോ? അല്ല, ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മതി. കാണുന്നില്ലെന്ന് ഞാൻ വഴക്കടിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ക്രിക്കറ്റ് കളി കാണുന്ന ആളാണ്, വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൗളർ ആരാണ്? ഞാൻ തോറ്റു, അവൻ ഇനി മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല. ബുംറ. ബൂമല്ല ആണ് പ്രായമുള്ളവർ പറയുന്നത്. ബുംറ ഈ 22 യാർഡ് അല്ലേ, 22 യാർഡ് ഓടി വന്നിട്ട് ഈ പന്ത് എറിയുമ്പോൾ ഈ പന്ത് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ടിവിയുടെ റൈറ്റ് കോർണർ ഡൗണിൽ എഴുതി കാണിക്കും 140 കിലോമീറ്റർ. അത്ര കൃത്യമായിട്ട് നമുക്ക് ദൂരം അളക്കാൻ നമ്മുടെ വണ്ടിയിലൊക്കെ സ്പീഡോമീറ്റർ ഇല്ലേ, അപ്പോൾ ദൂരം അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. ബലം അളക്കാൻ നമുക്ക് സംവിധാനമുണ്ടോ? അവർക്ക് പറ, കേട്ടില്ല. ബലം അളക്കാൻ, ശക്തി അളക്കാൻ സംവിധാനം, ന്യൂട്ടൺ. ഹോഴ്സ് പവർ, HP. എന്താ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ? അതെല്ലാവർക്കും അറിയാം. കുതിരശക്തി. എന്താ കുതിരശക്തി എന്ന് പറഞ്ഞാൽ? എനിബഡി ഫ്രം ഫിസിക്സ് 7? ആദ്യമായിട്ട് ഒരാൾ എൻ്റെ സ്റ്റേജിലിരുന്ന് 746 ആണ്. ഐ കൺഗ്രാജുലേറ്റ് യു. 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ. നമ്മളിപ്പോൾ ഈ സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ആർട്ടിസ്റ്റ് സ്റ്റൈലിൽ പറയാം. 1000 പൗണ്ട് ഭാരമുള്ളൊരു കുതിര എത്ര? അപ്പോൾ പിന്നെ ഒരു പൗണ്ട് എത്ര എന്ന് പറയണം. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 453 ഗ്രാം ഓർ 54 ഔൺസ് ഓർ ഗ്രാം. അപ്പം 453 ഔൺസോ അല്ലെ 54 ഔൺസോ അല്ലെങ്കിൽ ഗ്രാമാണ് ഒരു പൗണ്ട് അല്ലേ. അപ്പം 1000 പൗണ്ട് എന്ന് പറയുമ്പോൾ 453 കിലോ എന്ന് കൂട്ടിക്കോ. എത്ര കിലോ വെയിറ്റ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, 453 കിലോഗ്രാം ഭാരമുള്ള ഒരു കുതിര 1 മണിക്കൂറിൽ 35 മൈൽ വേഗത്തിൽ ഓടുവാൻ അതിന് കരുത്ത് വരുന്ന എനർജിയാണ് ഒരു ഹോഴ്സ് പവർ. ഗോട്ട് ഇറ്റ്? അതിൽ ഈ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ 740 വാട്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ വിചാരിച്ച്, how can it be beyond human measures? മനുഷ്യൻ്റെ അളവിനപ്പുറം, തമ്പരമഞ്ഞ അളവിനപ്പുറം എൻ്റെ ശക്തി അളക്കാൻ പറ്റത്തില്ലടാ. അത് ഹോഴ്സ് പവറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ കാൽക്കുലേഷൻസ് വെച്ച് ഡോണ്ട് അവർ ട്രൈ ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പവർ ഓഫ് ദ ഓൾമൈറ്റി ബൈ മീൻസ് ഓഫ് യുവർ ഹ്യൂമൻ അപ്പാരറ്റസ്, by means of your human disposition, by means of your human understanding, by means of your cognition, by means of your brain power, by means of your intellect. ആ പടം 3 പൗണ്ട് ഭാരമാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. ഞാൻ പറഞ്ഞ 453 ഔൺസ് ആണ്. 3 പൗണ്ട് ഭാരമുള്ള ഈ തലച്ചോറിനകത്ത് 1.5 കിലോ തികച്ച് ഭാരമുണ്ടോ? നമ്മുടെ തലച്ചോറിനില്ല. ഇതിനകത്ത് നമ്മൾ ആരാന്ന് വിചാരിച്ചിരിക്കുന്നത്? അത് എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഏറ്റവും വലിയ കൂടുതൽ ബ്രെയിൻ പവർ യൂസ് ചെയ്ത ആളാരായിരുന്നു? ഐൻസ്റ്റീൻ ആയിരുന്നു. യു ആർ റൈറ്റ്, ഐൻസ്റ്റീൻ ആയിരുന്നു. അയാൾ പോലും അയാളുടെ പവറിൻ്റെ 25-30% അത്രേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അണ്ടഘടകങ്ങളെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ഈ ബുദ്ധിമണ്ഡലത്തിൽ പരിമിതപ്പെടുത്തി അളക്കാൻ നോക്കാൻ പറ്റത്തില്ല. തെളിവ് പറയാൻ ഞാൻ വേദപുസ്തകം പരിശോധിച്ച്, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കുതിര ഉപയോഗിച്ച് തേര് ഓടിച്ച ആളാരാണ്? ഏറ്റവും കൂടുതൽ കുതിരയ്ക്ക് തേരിന് കുതിരയെ കെട്ടി ഓടിച്ച ആൾ ആർക്കെങ്കിലും പറയാമോ? സീസൺ അല്ല, അത് ഇസ്രായേലൊക്കെ ഉണ്ടായിരുന്ന ഈ ഇരുമ്പ് രഥങ്ങളൊക്കെയാ. അബ്ശാലോം അല്ല, അബ്ശാലോം ഇത് കുതിര കഴുതയുടെ പുറത്ത് പോയി മുടി ഉരിഞ്ഞതാ. ഒരു കിങ്ങാ ഫറവോൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഉപയോഗിക്കുന്ന കുതിരകൾ നല്ല അന്നത്തെ കാലത്തെ സ്മാർട്ട് കുതിരകളെ ഉപയോഗിക്കുന്നത്. അന്ന് ഈജിപ്തിലെ ഏറ്റവും ബെസ്റ്റ് കുതിരകൾ. അങ്ങനെയാണ് ശലോമൻ അങ്ങോട്ട് പോയത്. നിങ്ങൾ പറയത്തില്ല ആഹാബ്. ഞാൻ വിചാരിച്ചു അവിടുന്ന് വരുമെന്ന് ഒന്ന് ആലോചിച്ചായിരുന്നില്ലയോ? ഇങ്ങനെ വന്നു പോയിട്ട് പിന്നെ സംശയം ഇട്ടുണ്ട്. ആഹാബിന് 8 കുതിര ഉണ്ടായിരുന്നു അയാളുടെ വണ്ടിക്ക്. അപ്പോൾ നോക്കണം, എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ കർമ്മയിൽ ഒരു പവർ എൻകൗണ്ടർ നടക്കുക. എന്താണ് സ്പിരിച്വൽ വാർഫെയർ? ഒരു പവർ എൻകൗണ്ടർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു പവർ എൻകൗണ്ടർ നടക്കുക. എവിടെ?
കർമ്മേലിൽ ഒരു വശത്ത് ബാലിൻ്റെ 400 പ്രവാചകന്മാരും അശേരയുടെ 400. അശേര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്തുവാ? ഇംഗ്ലീഷിൽ അശേര പോളെന്നാണ് വായിക്കുന്നത്. അതിൻ്റെ ഇന്ത്യൻ വെർഷൻ ഏതാണെന്നറിയാമോ? ശിവലിംഗം. യു നോ ദാറ്റ്. ഞാനത് വിശദീകരിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഈ 450, 400, 850 പേര് അവിടെ നിൽക്കുക. ഇപ്പുറത്തെ പാവയെ അവിടെ രാജാവുണ്ട്, അവിടെ സൈന്യം ഉണ്ടാവും. പിന്നെ ഇസ്രായേൽ ജനം മൊത്തം ഇപ്പുറത്തെ ഏരിയാവും. പിന്നെ അയാൾക്ക് വെള്ളം കോരാൻ 4-5 സർവൻസ് ഈ തോടൊക്കെ വെട്ടിയപ്പോൾ വെള്ളം കോരാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇന്ന് ആളുകൾ പവർ നിർണ്ണയിക്കുന്നത് 4M ആണ്. മാൻ പവർ, അല്ലെ മസിൽ പവർ, മണി പവർ, പറ മിലിറ്ററി പവർ, പിന്നെ ഏതാ വരാണ്ട് ഒരു പണി കൊണ്ടുണ്ട്. മസിൽ പവർ, മിലിറ്ററി പവർ, മാൻ പവർ. ഓക്കെ, മറന്നുപോയി ഞാൻ. നമ്മുടെ ഈ ഹ്യൂമൻ ശക്തി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട് സാത്താനിക് മണ്ഡലത്തെ അടിക്കാൻ പറ്റത്തില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി. കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം ഞാൻ രാവിലെ പറഞ്ഞാലോ, വലിയ മഴയുടെ മുഴക്കം കേടുന്നുണ്ട്. രാജാവ് രഥം പൂട്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. 8 കുതിരശക്തിയിൽ 7-8-56 ഏതാണ്ട് 6000 വാട്ട്സിലുള്ള ഒരു ജനറേറ്ററാണ് അയാളുടെ കുതിരശക്തി. ഇപ്പോൾ 8 കുതിര എന്ന് പറയുമ്പോൾ 746 വെച്ച് കൂട്ടുമ്പോൾ എന്താ 7-8-56 എന്ന് കൂട്ടിക്കും, അല്ലയോ? 7-8-56, 7-4-28 ഏതാണ്ട് 6000 വാട്ട്സ് പവറുള്ള ഒരു ജനറേറ്ററിൻ്റെ അതേ പവറിലാണ് ആരുടെ തേര് പുള്ളി ചെയ്യുന്നത്. ഇങ്ങനെ ഇയാൾ തേരോടിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഓടിച്ച് തകർത്തു പോകുന്ന അയാളുടെ തേരിൻ്റെ മുന്നിൽ കണ്ണു ചിമ്മി നോക്കിയപ്പോൾ ഓടുന്ന 2 കാലുകൾ. കത്തിയില്ല നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചു നിങ്ങൾ ചലിക്കുമെന്ന്. ഇതാണ് മക്കളെ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. 8 കുതിരശക്തിയിൽ ഓടുന്ന തേരിൻ്റെ മുമ്പേ ഓടുന്ന 2 കാലുകൾ വിളിച്ചു പറയുന്നത് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. നിന്റെ തലയ്ക്ക് വില പറഞ്ഞവൻ്റെ മുൻപേ, നിന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞവന് മുമ്പേ, നിന്റെ ഉയിരെടുക്കുമെന്ന് പറഞ്ഞവന് മുമ്പേ, നിന്റെ പ്രതിയോഗിക്ക് മുമ്പേ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവന് മുമ്പേ, ജീവന് വില പറഞ്ഞവന്റെ തേരിന് മുമ്പേ നിന്നെ ഓടിക്കുന്ന ഒരു ശക്തിയുണ്ട്. That's the unfathomable, immeasurable power. അതിനെക്കുറിച്ചൊരു ബോധ്യം വേണം. അതാണ് പൗലോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പൗലോസിന്റെ പ്രാർത്ഥന 3:16. അദ്ദേഹത്തിന് ഞാൻ സ്വർഗത്തിൽ ഭൂമിയിലുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായി പിതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. 3:16 അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ശക്തിയോടെ ബലപ്പെടണം. ജീസസ്, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ പദം തന്നെയാണ് പൗലോസ് 6:10 ഫൈനലി ബ്രദറൻ എന്ന് പറയുന്നതും. എന്താ പറയുന്നത്? ഒടുവിൽ സഹോദരന്മാരെ കർത്താവിലും. ഞാൻ കർത്താവിൽ എന്നുള്ളതെന്ന് രാവിലെ പറഞ്ഞു. എൻ ക്രിസ്റ്റോ, എൻ കോറിയോ. അവൻ്റെ അമിത ബലത്തിലും. കണ്ടോ, ഒരിടത്ത് ശക്തിയോടെ ബലപ്പെടണം, മറ്റിടത്ത് അമിത ബലത്തിൽ ശക്തിപ്പെടണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാനൊരു ഗ്രീക്ക് വാക്കോടെ പറഞ്ഞോട്ടെ. ശക്തിപ്പെടുക. എല്ലാവരും പറഞ്ഞാട്ടെ. ശക്തിപ്പെടുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത് ക്രാറ്റായിയോ എന്ന പദമാണ്. എന്ന് പറഞ്ഞേ, ക്രാറ്റായിയോ. ക്രാ പറഞ്ഞേ, ക്രൈസ്റ്റ് പറഞ്ഞേ, ക്രിസ്റ്റോസ് പറഞ്ഞേ, ക്രാഫ്റ്റ് എന്നൊന്ന് പറഞ്ഞേ, ക്രാറ്റായിയോ. മറക്കോ? ഇനി എഴുതി വെച്ചോ. ക്രാറ്റായി എന്ന പദത്തിൻ്റെ അർത്ഥം ശക്തിപ്പെടുക എന്നാണ്. പക്ഷെ ഇത് വെറും ശക്തിപ്പെടലല്ല. ചിലതെങ്കിലും നിങ്ങൾ തലയിൽ നിൽക്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ആൾക്കാർ തലയിൽ നിൽക്കുന്നത്. ഞാൻ രാവിലെ അതുപോലെ കാണിച്ചതാണ്. ഇപ്പം ഈ മോനെ how old are you now? 10. Oh, you are 10. ഇവൻ്റെ 10 വയസ്സുണ്ട്. ഇവൻ എത്ര ആരോഗ്യം വെച്ച്, എത്ര ആഹാരം കഴിച്ച്, എത്ര പ്രോട്ടീനുള്ള ആഹാരം കൊടുത്ത്, എത്ര എക്സസൈസ് ചെയ്ത് വന്നാലും എന്നെ തോപ്പിക്കാൻ പറ്റുമോ? 10 വയസ്സുള്ളവർ തന്നെ എന്നെ തോപ്പിക്കാൻ പറ്റുമോ? നിങ്ങളെന്താ മിണ്ടാത്തേ?
അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗുസ്തിക്കകത്തും ഈ ബോക്സിങ്ങിലൊന്നും ലൈറ്റ് വെയിറ്റ് ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞ് ആളുകളെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു 10 വയസ്സുള്ള ഒരു മോൻ, അവൻ എത്ര ശക്തി പ്രാപിച്ച് ഭക്ഷണം കഴിച്ച് എക്സസൈസ് ജിമ്മിൽ പോയിട്ട് വന്നാലും 25 വയസ്സുള്ള ഒരുത്തനെ തോപ്പിക്കാൻ, അത്രയും സാധാരണ ആവറേജ് 25 വയസ്സിൻ്റെ ആരോഗ്യമുള്ള ഒരുത്തനെ തോപ്പിക്കാൻ പറ്റത്തില്ല. താങ്ക് യു. കർത്താവിൻ്റെ ദാസനെ പൗലോസ് പറയും, നിങ്ങൾ ശക്തിപ്പെടണം എന്ന് പറയാം. കറാറ്റായി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്പർ 1 അത് ഗ്രോത്തിൻ്റെ ലെവലിലുള്ള ശക്തിയാണ്. എന്താണ്? That means when you are asked to be strengthened, you are asked to grow and get strengthened. Grow and get strengthened. വളർന്ന് ശക്തിപ്പെടണമെന്ന കുറച്ച് വൈ. ഇതേ പദം തന്നെ ലൂക്കോസ് 1:80. When it speaks about John the Baptist, says that John the Baptist grew in spirit. വായിച്ചു 1:80. And the children, ചൈൽഡ് ആണോ? എൻ്റെ ദൈവമേ, ഞാൻ തോറ്റുപോയി. ഇനി ഒന്നിലധികം ജോൺ ദ ബാപ്റ്റിസ്റ്റോടോ എന്ന് എനിക്കൊരു സംശയം വന്നു. സോറി, എനിക്ക് സോറി. And the child grew. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതേപോലെ വാക്ക്, ഇതേ അവിടെ ശക്തിപ്പെടുക എന്ന് പറഞ്ഞു. ശക്തിപ്പെടുക എന്നുള്ള ക്രാറ്റായി എന്ന് പറഞ്ഞത് അതേ ബന്ധം തന്നെയാണ്. ലൂക്കോസ് 2:40 എല്ലാവർക്കും അറിയാവുന്ന. പൈതൽ വളർന്നു, പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. പൈതൽ വളർന്നു, ജ്ഞാനെന്നറിഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. കണ്ടോ, ആത്മാവിൽ ബലപ്പെട്ടു. അതേപോലെ തന്നെ പൗലോസ് പറയാ, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ഇപ്പൊ മനസ്സിലായോ? യേശുവിൻ്റെ വളർച്ചയുടെ ആ പടിയിൽ അവൻ്റെ ക്രമാനുഗതമായ ഫിസിക്കൽ ഗ്രോത്തിനനുസരിച്ച് ശക്തിപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മമനുഷ്യനും വളരണം. എല്ലാവരും പറ, വളരണം. ഉറക്കെ പറ, വളരണം. ഞാൻ രാവിലെ ഒരു ലെവൽ ഓഫ് ഗ്രോത്ത് പറഞ്ഞു. ഏതായിരുന്നു? ഹോർമോണൽ ഗ്രോത്ത്. താങ്ക് യു. ഔക്സാനോ. ഇവിടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടു വളരണം. എൻ്റെ ചോദ്യം, പുറത്തെ മനുഷ്യൻ വളരണം, അതിനെന്താ വേണം? പുറത്തെ മനുഷ്യൻ വളരാൻ എന്നാ വേണം? പറഞ്ഞു, അവർക്ക് പറ. എന്തൊക്കെ റിക്വയർമെൻറ്റ്? ഡോക്ടർ പറഞ്ഞു, ഫുഡ്. ശരിയാ, ഞാൻ ആ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ പറയിച്ചാൽ ശ്രദ്ധിക്കുന്നുള്ളത്. ഒന്നെന്താ വേണം? ഭക്ഷണം വേണം. പിന്നെന്താ വേണം? വാട്ടർ. വണ്ടർഫുൾ. പിന്നെന്താ വേണം? വെള്ളവും ഭക്ഷണവും. വെള്ളവും കുടിച്ച ആൾ വളരുമോ? പിന്നെന്നാ വേണം? ആ ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ബ്രീത്തിങ് കൊണ്ടാണോ വളരുന്നത്? എനിക്കറിയത്തില്ല. ബ്രീത്തിലെ ആൾ ചത്തു പോകത്തില്ല. കേട്ടില്ല. അപ്പോൾ അവിടെ ആ മൂവ്മെൻറ്റും ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? എക്സർസൈസ്. മൂന്നാമത്തെ സാധനം എന്താണ്? എക്സർസൈസ്. പിന്നെ എന്നാ വേണം? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഫിസിക്കൽ ബോഡി കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളവും കുടിക്കുന്നുണ്ട്. ദിവസവും ഭക്ഷണം കഴിച്ചിരിക്കുക, വെള്ളവും കുടിച്ചിരിക്കുക, എക്സസൈസും ചെയ്യുന്നുണ്ട്. പിന്നെ വല്ലതും നടക്കണോ? നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഇതെല്ലാം ഈ കഴിക്കുന്ന ഭക്ഷണം എല്ലാം വയറ്റിലോട്ട് വന്ന് വയറ്റിലോട്ട് തന്നെ ഇരുന്ന് വെള്ളം എല്ലാം അവിടെ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ അവൻ എന്തോ ചെയ്യും? ദഹനം നടക്കണം, എക്സ്ക്രീഷൻ നടക്കണം. എത്ര ഭക്ഷണം കഴിച്ചാലും എക്സ്ക്രീഷൻ പ്രോസസ് ചുവ നടന്നില്ലെങ്കിൽ ഡോക്ടറെ കാണണം. നമ്മൾ ഭക്ഷണം കൊടുക്കും, പാലും കൊടുക്കും. പിള്ളേർ നടന്ന കാര്യം അവസാനം 2 ദിവസമായി ഡോക്ടർ 2 ദിവസമായി ഡോക്ടർ സപ്പോസിറ്ററി എൻ്റെ പേര് സപ്പോസിറ്ററി കൊടുത്തു.
ആത്മമനുഷ്യനും. ഇതെല്ലാം വേണം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നമ്മൾ വളർന്ന ശക്തിപ്പെടുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഒരു ലെവൽ. നമുക്കെങ്ങനെ ഈ പോരാട്ടത്തിൽ എൻഗേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് ജയിക്കാം, അതിന് നമ്മുടെ ഭാഗം. ഞാൻ അതുകൊണ്ട് നമ്മുടെ എനിമി ആരാന്ന് പറയുന്നില്ല, വിഷയങ്ങൾ പറയുന്നില്ല. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്രേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ആത്മമനുഷ്യൻ എന്ത് വേണം പറയണം മോനെ? അവിടൊന്നുമില്ല. ഭൗതിക മനുഷ്യന് വളരാൻ എന്തൊക്കെ വേണം? ഭക്ഷണം വേണം, വെള്ളം വേണം, എക്സസൈസ് വേണം, പിന്നെ എക്സ്ക്രീഷൻ നടക്കണം. ആത്മമനുഷ്യന് എന്ത് വേണം? ഭക്ഷണം വേണം, വെള്ളം വേണം, എക്സസൈസ് വേണം, എക്സ്ക്രീഷൻ നടക്കണം. എന്താ ആത്മമനുഷ്യന്റെ ഭക്ഷണം? യു ആർ റൈറ്റ്, സേ ലൗഡ്ലി. ദൈവവചനം. ദൈവവചനം ഭക്ഷിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു റെഗുലർ ബൈബിൾ റീഡിങ്ങൾ, ഞാൻ പറഞ്ഞ രാവിലെയും വൈകിട്ടും കുടുംബപ്രാർത്ഥനയ്ക്ക് ഒരു സങ്കീർത്തനോ ഒരു ദൈവമോ വായിച്ച് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, ഒരു ഡെയിലി ഡിവോഷണൽ ലൈഫുള്ള എത്ര പേരുണ്ട്? സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ആത്മപോരാട്ടത്തിന് ആളിനെ എക്വിപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കഴിക്കണം, ദൈവവചനം ധ്യാനിക്കണം. എത്ര പേർക്ക് ഞാൻ രാവിലെ ഇന്ന് തുടക്കത്തിൽ എക്സസൈസ് ജെഫിസ് ലേഖനം 1 ഇല്ലയോ, നിങ്ങളത് ധ്യാനിക്കുകയാണ് ചെയ്യുന്നെങ്കിൽ. ദൈവവചനം ധ്യാനിക്കാൻ ക്വൈറ്റ് ടൈം, വചനത്തോട് കൂടിരുന്ന് വചനം വായിച്ച് ഭക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല. പിന്നെ എങ്ങനെയാ സ്പിരിച്വൽ ഗ്രോത്ത് കിട്ടുന്നേ? ഗ്രോത്ത് വേണോ? എനിക്കൊരു വളർച്ച വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എനിക്കൊന്ന് ശക്തിപ്പെടണം, വളർന്ന് ശക്തിപ്പെടണം. എനിക്ക് ഈ ലെവല് പറ്റത്തില്ല. അടുത്തൊരു സ്കെയിലിലേക്ക്, അടുത്ത റേഞ്ചിലേക്ക് മാറണം. എൻ്റെ ടെറൈൻ മാറണം. റെഡിയാണോ? റെഡിയാണ്. ഭക്ഷണം വായിക്കും, വചനം വായിക്കും. എന്താ ഈ വചനത്തിന് പ്രത്യേകത പറയാം? 1 തെസ്സലോനിക്കർ 2:13. അവിടെ എന്താ വായിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത മലയാളത്തിൽ വായിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അപ്പം ഞങ്ങൾ പ്രസംഗിച്ച വചനം മനുഷ്യൻ്റെ വചനമല്ല. എല്ലാവരും പറ വചനം. ഹലോ, വചനം പറഞ്ഞാട്ടെ. നിങ്ങൾ പ്രതികരിക്കും. വചനം ഉറക്കെ പറ. വചനം. വചനം ഭക്ഷിക്കണം, വചനം ഭക്ഷിക്കണം. ആ വചനത്തിൻ്റെ ലെവൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യോഹന്നാൻ 1 പോയിട്ട് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പറഞ്ഞു. എങ്കിലും ഒരു വാക്യത്തെ പറയാം. ഈ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. ഏത്? അവർക്ക് പറഞ്ഞ ശരിയാ? വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ 2 അക്ഷരത്തിൽ തുകന്ന അത് ഏത്? ഇംഗ്ലീഷിൽ വിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഏത്? വേർഡ് ഓഫ് ഗോഡ്. അതെന്ത് ചെയ്യുന്നു വായിക്കുന്നത്? വിച്ച് വർക്ക്സ് ആൾസോ ഇൻ യു ദാറ്റ് ബിലീവ്. അവിടെ ആ വാക്കൊരു എന്തായാലും പറയുന്നത്, അതൊരു കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല. അത് ഒരു ട്രാൻസ്ലേഷൻ വിച്ച് വർക്ക്സ് എഫക്റ്റീവ്ലി എന്ന അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടോ? എഫക്ച്വലി എന്നുണ്ട് അവിടെ ഇല്ലയോ? ഓക്കെ, എഫക്ച്വലി വർക്ക്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. എഫക്ച്വലി വർക്കിംഗ് എന്ന്. പക്ഷെ അതും പോരാ. എൻ്റെ ആ എഫക്ച്വലി വർക്കിംഗ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന യവനായ പദം എനർഗയോ എന്നൊരു പദമാണ്. എന്ന് പറയാം. എനർജി, എനർജറ്റൈസ്, എനർഗയോ. എനർഗയോ എന്ന വാക്കിൻ്റെ അർത്ഥം എനർജറ്റൈസ് എന്നാ ഇംഗ്ലീഷിൽ. ദാറ്റ് വിച്ച് എനർജറ്റൈസ് യു. ഇനി ഞാൻ അടുത്ത് കേട്ടോ, അത് അതിനേക്കാൾ എടുക്ക. ഈ ഗ്രീക്ക് പദം എനർഗയോ എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്നറിയാമോ? അത് ഒറ്റ ട്രാൻസ്ലേഷനേ ഉള്ളൂ. ആംപ്ലിഫൈഡ് വെർഷനിൽ ബ്രാക്കറ്റിൽ പരന്തസിസിൽ എഴുതിയിട്ടുണ്ട്. എന്താ? സൂപ്പർ നാച്ചുറൽ, സൂപ്പർ ഹ്യൂമൻ.
അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, നമ്മൾ നാച്ചുറൽ ബീയിങ് ആണെങ്കിൽ നാച്ചുറൽ ഭക്ഷണം കഴിച്ചോ. നിങ്ങളുടെ ആത്മമനുഷ്യൻ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണ്. ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിന് സൂപ്പർ നാച്ചുറൽ ഭക്ഷണം. എന്താ സൂപ്പർ നാച്ചുറൽ? ഞാനൊരു കൂടി വന്നാൽ ഇന്നും ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 30 കിലോ 40 കിലോ ഒക്കെ തനിയെ എനിക്ക് പൊക്കാം. അത് നാച്ചുറലാണ്. പക്ഷെ ഞാനൊരു 500 കിലോ ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിയാലോ? You will say it is supernatural. എന്ന് പറഞ്ഞാൽ that which you cannot do with your physical might or power, that you will be able to perform it, do it with a supernatural power. ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ ശാരീരിക ബലം കൊണ്ട് നിങ്ങൾക്ക് കഴിയാത്ത കാര്യം നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കുവാൻ നിങ്ങളുടെ ആത്മമനുഷ്യന് കഴിയും. നിങ്ങളുടെ ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ കരുത്ത്. Let the word be working effectively, that which makes you a supernatural being. ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അത് നിന്നെ കരുത്തനാക്കുന്നതാണ്. ഒരു സാധാരണ ജീവിതത്തിനായിട്ടല്ല, ഒരു അസാധാരണ ജീവിതത്തിനായിട്ട്, ഒരു നാച്ചുറൽ ലൈഫിനായിട്ടല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനായിട്ട് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ വചനത്തിന്റെ കരുത്തേറ്റെടുക്കുക. ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. നമുക്ക് സാധാരണ, ഞാൻ രാവിലെ ആരോട് പറഞ്ഞു, ഐ ഡു നോട്ട് നോ വെദർ ഇറ്റ് ഈസ് ടു യു ഓർ somebody else. നമുക്കറിയാവുന്ന 2 റെലംസ് ഉണ്ട്. എത്ര വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്? നമുക്കറിയാവുന്ന 2 റെലം, സ്പിരിറ്റ് ലെവൽ, അല്ല ആരോടെ ഞാൻ പറഞ്ഞു, ഇന്നലെ ആയിരിക്കും. നമുക്കറിയാവുന്ന 2 ലെവലുണ്ട്, 2 റെലംസ് ഉണ്ട്. ഒന്ന് ഭൗതിക മണ്ഡലം, മറ്റൊന്ന് പറഞ്ഞു ഉറക്കെ പറ. ആത്മീയ മണ്ഡലം എന്ന് പറഞ്ഞവരല്ല എന്ന് കൈവെക്ക്. ആത്മീയ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ ആത്മീയ നിലവാരമാണ്. തെറ്റിപ്പോരുത്, അത് ആളുകൾ തെറ്റിച്ച് ആത്മമണ്ഡലം എന്ന് തന്നെ പറയണം. ആത്മമണ്ഡലം ഒന്നല്ല, 2ആണ്. ആത്മീയ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ നഭോ മണ്ഡലം, നമ്മുടെ ഈ ആത്മീയ നിലവാരത്തെയാണ് ഞാൻ പറഞ്ഞതല്ല. ഈ ഭൗതിക റലത്തിനപ്പുറത്തൊരു ആത്മമണ്ഡലമുണ്ട്. തെറ്റിപ്പോകല്ലേ കേട്ടോ. ആത്മമണ്ഡലം. എൻ്റെ ചോദ്യം, ഈ ഭൗതിക മണ്ഡലം ഉണ്ടാക്കപ്പെട്ടതോ തനി ഉണ്ടായി വന്നതോ? സൈലൗഡ്ലി ഉണ്ടാക്കപ്പെട്ടത് വിശ്വസിക്കുന്നു. ഹലോ, ഈ ഭൗതിക മണ്ഡലം എബ്രായർ 11:2 എന്താ വായിക്കുന്നത്? 11:3 തോന്നല്ലേ? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയും. ആത്മമണ്ഡലം ആലോചിച്ച് മറുപടി പറയണം. അപ്പൊ ഈ കാണുന്ന ഭൗതിക മണ്ഡലം എല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. ആത്മമണ്ഡലമോ? അത് തനിയെ ഉണ്ടായി വന്നതോ സൃഷ്ടിക്കപ്പെട്ടതോ? ആത്മമണ്ഡലം തനിയെ ഉണ്ടായി വന്നോ സൃഷ്ടിക്കപ്പെട്ടതോ? വേണ്ട, സ്വർഗം തനിയെ ഉണ്ടായി വന്നോ സൃഷ്ടിക്കപ്പെട്ടതോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കും നിങ്ങൾ വിചാരിച്ചില്ലല്ലേ? എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സ്വർഗം ഉണ്ടാക്കപ്പെട്ടതാണോ തനിയെ ഉണ്ടായി വന്നതാണോ? എന്തോ ആരാ അത് പറഞ്ഞേ? ധൈര്യോട് പറ, ഉറക്കെ പറ, ഇവരെല്ലാം കേട്ട്. സ്വർഗം ഉണ്ടാക്കപ്പെട്ടതാണ്. ഇവിടെ ആ മേത്തന്മാരെവിടെ? തെറ്റിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് 2 എറ്റേണൽ തിങ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട്? 2 എറ്റേണൽ. ഒന്ന് ആരാണ്? അള്ളാഹു. അപ്പുറത്താരാണ്? വചനം, അല്ലെങ്കിൽ അവരുടെ കിതാബ്. ഈ കിതാബ് അവിടെ ഉണ്ടെങ്കിൽ 2 എറ്റേണൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡുവലിസമായി, 2 ഗോഡ്സായി, 2 ദൈവങ്ങളായി. അപ്പം നിങ്ങൾ മോണോത്തീസ്റ്റ് അല്ല. ആർ യു ഗെറ്റിംഗ് മീ? ഇങ്ങനെ ലോജിക്കൽ ആർഗ്യുമെന്റ്. ഞാൻ ഇസ്ലാം പഠിച്ചതാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കോളേജിൽ ഞാൻ തന്നെ നിർബന്ധിച്ചാണ് ഇസ്ലാം ഒരു കോഴ്സിൻ്റെ ഭാഗമാക്കിയത്. കാരണം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇസ്ലാമിസമാണ്. ഓക്കെ, അപ്പോൾ ആത്മമണ്ഡലം ഉണ്ടാക്കപ്പെട്ട മണ്ഡലമാണ്.
സ്വർഗം അത് ഉണ്ടാക്കപ്പെട്ടതാണ്. ഏഞ്ചൽസ് ഉണ്ടാക്കപ്പെട്ടതാണ്. പിശാച് ഉണ്ടാക്കപ്പെട്ടിട്ട് വീണുപോയതാണ്. അതുകൊണ്ട് ആ സ്വർഗം മാറിപ്പോകും, അല്ലെങ്കിൽ ആ ഹെവൻസ് മാറിപ്പോകുന്ന, അല്ലെങ്കിൽ ആകാശം മാറിപ്പോകുന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റം വരാം. നമ്മൾ 2 Pത്രോസ് 3:6 ഒക്കെ വെള്ളവും വെള്ളത്താലുളവായ ഭൂമിയും അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. 2 Pത്രോസ് 3:5-6 എത്ര? 4 അതന്നെ അതന്നെ ആകാശവും വെള്ളം 3:5. ഐ എം റൈറ്റ്. ആകാശവും വെള്ളത്തിൽ നിന്നും ആകാശവും കണ്ടോ, ഔറാനോസ് ഹെവൻസ് മാറിപ്പോകാം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമി. അത് ഭയങ്കര പ്രയോഗമാണ്. പത്രോസിൻ്റെ ആ പ്രയോഗമൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും, അപ്പം ആകാശവും ഉണ്ടാക്കപ്പെട്ടു, സ്വർഗം ഔറാനോ സ്വർഗവും ഉണ്ടാക്കപ്പെട്ടതാണ്. മതി, ശ്രദ്ധിക്കൂ. അപ്പോൾ ആത്മമണ്ഡലം ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ ഉണ്ടാക്കപ്പെട്ടതൊക്കെ നാശം സംഭവിക്കാം. ദാറ്റ് വിച്ച് ഇസ് ക്രിയേറ്റഡ്, അതൊക്കെ എന്ത് ചെയ്യാം? നാശം സംഭവിക്കാം. പക്ഷേ നാശം സംഭവിക്കാത്തൊരു സാധനമുണ്ട്, ഉണ്ടാക്കപ്പെടാത്തൊരു സാധനം, സ്വയംഭൂവായൊരു സാധനം. യോഹന്നാൻ 1:1. എന്നെ ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ 1:1. ആദിയിൽ പറ. ആദിയിൽ വചനം. ആ വാക്യം തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ തെറ്റാ. ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്ന് പറഞ്ഞ് ആദിയിൽ വചനം ആയിരുന്നു എന്നാ, അല്ല ഇൻ ദ ബിഗിനിങ് ദെർ വാസ് വേർഡ് എന്നായിരുന്നെങ്കിൽ ഓക്കെ. ഗ്രീക്കിലും NRK ഹോ ലോഗോസ്, NRK ഏൻ ഹോ ലോഗോസ്, NRK ഹോ ഏൻ ഹോ ലോഗോസ്. എന്ന് പറഞ്ഞാൽ വാസ്ന. ഇൻ ദ ബിഗിനിങ് വാസ്. ഇൻ ദ ബിഗിനിങ് എന്നുള്ളത് NRK എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ NRK എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ. എന്തുവാ ബിഗിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ആദിമൂലത്തിൽ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നല്ല, ആദിമൂലത്തിൽ വചനമായിരുന്നു. ഇതൊരു ഭയങ്കര റെവലേഷനാണ്. എന്താണ്? ദ ഫസ്റ്റ് റീസൺ എപ്രിയോറി ബിഹൈൻഡ് എവരിതിങ്. ആർ യു ഗെറ്റിംഗ് മീ? ദാറ്റ് വിച്ച് വാസ് ബിഫോർ the creation, that which became the reason for creation was the word. എൻ്റെ കൂടെയുണ്ടോ? ഇപ്പോൾ വചനമാണ് എല്ലാത്തിനും ഉണ്ടാക്കിയത്. അത് തനിയെ ഉള്ളതാണ്, ഉണ്ടാക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. വചനത്തെ തകർക്കാൻ പറ്റത്തില്ല, വചനത്തെ ബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവവചനത്തിനോ വാവ്. ഇന്ന് രാത്രി തിരിച്ചറിയണം, ആ വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, ആ വചനം നിന്റെ അകത്തിരുന്നാൽ നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. നിന്റെ ആത്മമനുഷ്യനെ ഒതുക്കാമെന്ന് പിശാച് വിചാരിച്ചാൽ സാധ്യമല്ല ചെകുത്താനെ. ഇന്ന് രാത്രി പറ, കഥാവേ ആ വചനം എൻ്റെ അന്തർഭാഗത്ത് ജ്വലിക്കട്ടെ, ആ വചനം എൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ, ആ വചനം എന്നെ കരുത്തനാകട്ടെ. ബന്ധിക്കാൻ കഴിയാത്ത, ഒതുക്കാൻ കഴിയാത്ത ആ ദൈവശക്തിയുടെ ഒരു വലിയ പ്രവാഹം ആ വചനത്തിലൂടെ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, ആ വചനത്തിന്റെ പ്രഘോഷം നിന്റെ ബന്ധനങ്ങളെ അറുക്കുന്നതാണ്. ദൈവവചനം ആത്മാവിന്റെ ബോളാണ്. അത് ഏത് ചെകുത്താന്റെ മണ്ഡലങ്ങളെ തകർക്കും. അത് നിനക്ക് കരുത്ത് പകരുന്ന വചനമാണ്. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ശക്തി അറിയുന്നവർക്കായി ഞാനിവിടെ ദൈവത്തെ വാഴ്ത്തുകയായി. ഒന്നിച്ച് പറയുന്നവേ, let me have an understanding and conviction of the word of God. Let the word be empowering me that I might be standing for the Lord. I be standing for the Lord. I be empowered by the word of God. ramana daragada regada na judamana hastara dalkara jadaga rattal kadaga riba manna sakka ratta sakke purabada rattuna judamala bausaga. Hallelujah. The word has creative power, the word has constructive power, the word has consuming power. എന്താ വചനത്തിന് കഴിയാത്തത്? അതിന് സൃഷ്ടിക്കാൻ കഴിയും. പറഞ്ഞ വചനത്തിന് സൃഷ്ടിക്കാൻ കഴിയും. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. യേശുവിൻ
അശയ്ക്കുവകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുള്ളതാലേ. അശയ്ക്കുവകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുള്ളതാലേ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതല്ല. ഓഹോ, സൃഷ്ടിക്കും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോട്ട് പറ, സൃഷ്ടിക്കും അവൻ കുറവായി. ആ വചനം നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ പിശാചിനെ തകർത്തുവോ, എവിടൊക്കെ നിന്നെ അനാരോഗ്യം ഉണ്ടാക്കിയോ, എവിടെ നിന്നെ രോഗിയാക്കിയോ, എവിടെ നിനക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയോ, എവിടെ നിന്നെ ഇല്ലാതാക്കിയോ, എവിടെയൊക്കെ നിന്നെ ചോർത്തിയോ, സൃഷ്ടിക്കും അവൻ കുറവായുള്ളത്. ഇന്ന് രാത്രി the word is about to create something new in your life. Oh, something fresh, something new. That is the word is creating in you. That which the devil robbed off, that which the devil robbed off, that which the devil robbed off. ഇന്ന് രാത്രി പിശാച് കൊണ്ടുപോയത്, പിശാച് തലത എടുത്തത്, അതിന്റെ തലമുറയാകാം, അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങളാകാം, അതിന്റെ ഭാവിയാകാം, അതിന്റെ വിദ്യാഭ്യാസമാകാം, അതിന്റെ സമ്പത്താകാം. നിന്റെ ജീവിതത്തിൽ ഏത് നന്മയോ പിശാച് തട്ടിയെടുത്തുവോ, എവിടൊക്കെ പിശാച് കൊളാപ്സ് വരുത്തിയോ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, he is about to create, he is about to create. Let it be created. hatta rakanata sabalama ramtu nasrika mana ramtal huttakaratan takasakatana. ഞാൻ ഒരൊറ്റ മർമ്മം പറയാം, അത്രേ എനിക്ക് പറയാൻ ഒക്കത്തില്ല, എന്റെ വിഷയം വേടല്ലാത്തതുകൊണ്ട് ഞാൻ പോകുക. എന്നാൽ ഒരു മർമ്മം പറയാൻ ഒരു നിയോഗം. നിങ്ങൾക്ക് ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹലോ, പറ, ദൈവത്തിന്റെ പെട്ടകം. പറഞ്ഞേ, ദൈവത്തിന്റെ പെട്ടകം. എബ്രായ ലേഖനം 9:3 എന്ത് വായിക്കുന്നു? ആ പെട്ടകത്തിനകത്ത് പറഞ്ഞോ, അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഡിസ്പ്ലേ എൻ്റെ കർത്താവ്, ഞാൻ എത്ര വാക്കി, എൻ്റെ മെമ്മറിയൊക്കെ ലാപ്സായി പോയാളാണ്. എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച് തട്ടിപ്പോയാളാണ്, ബ്ലഡ് ഇൻഫെക്റ്റഡായി, മെമ്മറി ലാപ്സായി, കിഡ്നി അഫക്റ്റഡായി, ലിവർ അഫക്റ്റഡായി, പോസ്റ്റേറിയൻ അഫക്റ്റഡായി, ജീവൻ മല്ലടിച്ച് ദൈവം തിരിച്ചു തന്നതാ. ഞാൻ വിചാരിച്ചു, കർത്താവ് എൻ്റെ പ്രസംഗം നിന്നെ പ്രസംഗിക്കാം, ജീവൻ തിരിച്ചിട്ടപ്പെടും, ഇത് വെറും പഴമായി പോയെന്ന്. പക്ഷെ തമ്പുരാൻ്റെ മെമ്മറി എല്ലാം തിരിച്ചു തന്നു കേട്ടോ. ഇത്രയും വാക്ക് ഞാൻ കാണാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു വാക്കൊന്നും കാണാതെ പറയാൻ പറ്റുന്നില്ലല്ലോ. എന്താ അവിടെ വായിക്കുന്നത്? ആ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ട്? അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപാലിശ, അത് വിട്, മുഴുവനും പൊന്നു പൊതിഞ്ഞ് നിയമപ്പെട്ടു. അതിനകത്ത് മഞ്ഞ ഇട്ട് വെച്ച അഹ്റോന്റെ ന്യായപ്രമാണ. എന്താ ന്യായപ്രമാണ കൽപ്പലക എന്ന് പറഞ്ഞാൽ? ദ ഫസ്റ്റ് വേർഡ് എവർ റിട്ടൺ ബൈ ഗാഡ്. പെന്റാറ്റൂക്ക് അല്ലെ ഡെക്കാലോഗ്. വാട്ട് ഈസ് ദാറ്റ്? ഡെക്കാലോഗ്, 10 കൽപ്പന. അതെന്താണ്? വചനമാണ്. നിങ്ങളാരും മിണ്ടുന്നില്ല. അപ്പൊ ഈ പെട്ടകത്തിനകത്ത് പ്രധാന സാധനം എന്താ? കൽപ്പലകയാണ് കേട്ടോ. ദൈവം പർവ്വതത്തിൽ വെച്ചോ, സമയം തീർന്നില്ലയോ? ഞാൻ ഇങ്ങ് എത്തിയില്ല. ഈ സാധനം ഓടുന്ന ഇടയ്ക്കിടയ്ക്കാണ് നോക്കുന്നത്. ഞാൻ വായിച്ച കുറുവാക്യത്തിൽ വന്നില്ല, നിങ്ങളോട് ക്ഷമിക്കുക. താങ്ക് യു ജീസസ്. ഈ കൽപ്പലക വചനമാണ്. അതിൻ്റെ കൂടെ 2 സാധനം ഇരിപ്പുണ്ട്. ഏതൊക്കെയാ? മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും. നിങ്ങൾ പുറപ്പാട് ദിവസം 16-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഒരു പൊൻപാത്രം എടുത്ത് അതിൻ്റെ അകത്ത് ഇടങ്ങഴി മന്ന ഇട്ട് എവിടെ വെക്കണം? പെട്ടകത്തിനകത്ത് വെക്കണം. അപ്പോൾ ഇതിനോട് ചേർത്താ മന്ന വെച്ചത് കൽപ്പലകൾ. അതിൽ നമുക്ക് ഇന്നത്തെ ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന പ്രമേയത്തിൽ നിന്ന് വചനത്തോട് ചേർത്ത് നിങ്ങൾ ഈ വാക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് സാറിന് ആർക്കും ഓപ്പൺ ആവുന്ന ഒരു റെലവല്ല ഞാനീ പറയുന്നത്. അപ്പോൾ കൽപ്പലക എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം. അതിൻ്റെ കൂടെ ആദ്യം ഇരിക്കുന്ന സാധനം എന്താണ്? മന്ന, ഇടങ്ങഴി മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. ഈ മന്നയുടെ ഡ്യൂറബിലിറ്റി വല്ല ഓർമ്മയുണ്ടോ? പാളയത്ത് വീഴും. അവർ 4 മണിക്കൂറിനാവും പറക്കെടുക്കണം. അവരുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല. അവർക്ക് നമ്മുടെ 6 മണി എന്ന് പറയുമ്പോൾ അവർക്ക് 0 അവറാണ്. അവർക്ക് 4 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 10 മണിയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ് മന്ന അവർക്ക് പറക്കാൻ കിട്ടും. 4 മണിക്കൂർ എത്തിയാൽ അവിടുത്തെ 4 മണിയാകുമ്പോഴത്തേന് നമ്മുടെ 10 മണിയാകുമ്പോഴത്തേന് ഈ മന്ന എല്ലാം എന്ത് ചെയ്യും? ഉരുകിപ്പോവും. അപ്പം പാളയത്ത് കിടക്കുന്ന മന്ന പറക്കിയെടുത്തില്ലേ അതിൻ്റെ ഡ്യൂറബിലിറ്റി 4 hours. ഞാനിത് പറയുന്നത് തർഗും എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ അരമൈക് ട്രാൻസ്ലേഷനിൽ ഈ 16-ാം അധ്യായത്തിൻ്റെ അടിയിൽ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഈ സംഭവം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എവിഡൻസിന് വേണ്ടി പറയുന്നത്.
ഞാൻ ആദ്യമായിട്ട് പറയുമ്പോൾ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കളയരുത്. ഇത് പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ചു പിടിച്ച് അപ്പം ആക്കിയാലോ? ഡ്യൂറബിലിറ്റി 1 day 24 hours. ഓക്കെ. പിന്നെ 6-12 അപ്പം ഉണ്ടാക്കി കാഴ്ചപ്പത്തിന് മേശമേൽ എന്ത് ചെയ്യുന്നുണ്ട്? വെക്കുന്നുണ്ട്. കാഴ്ചപ്പത്തിന് മേശ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. ടാബർനാക്കിളിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? വിശദീകരിക്കാൻ സമയമില്ല, വിട്ടേക്കും. അതിന് ഡ്യൂറബിലിറ്റി ഒരാഴ്ച. ശബത്തിന് തലേന്നാണ് വരുന്നത്. അവരുടെ ശബത്ത് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എന്ത് ചെയ്യും? ഈ കാഴ്ചപ്പത്തിന് മേശയിൽ അപ്പം വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് മാറ്റുന്നത്. കാഴ്ചപ്പത്തിന് മേശയിൽ വെക്കുന്ന അപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മന്ന കൊണ്ടാണ്. ഇസ്രായേൽ മക്കളുടെ നടുവിൽ നിന്ന് അഹ്റോൻ സാധനം മേടിച്ച് അങ്ങനെ ഉണ്ടാക്കുക. 24 ഇടങ്ങഴി മാവ് മേടിച്ച് 12 അപ്പം ഉണ്ടാക്കി. ഒരപ്പത്തിന് എത്ര വലിപ്പം, എത്ര മാവ്? 2 ഇടങ്ങഴി. 2 ഇടങ്ങഴി മാവ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി 24 ഇടങ്ങഴി മാവ് എടുത്ത് 12 അപ്പം ഉണ്ടാക്കി 6 6 12 2 അട്ടിയായിട്ട് എവിടെ വെക്കും? കാഴ്ചപ്പത്തിൻ്റെ മേശയിൽ വെക്കും. ഇതാണ് പണ്ട് ദാവീദും കൂട്ടർക്കും കഴിക്കാൻ കൊടുത്തത്. ഓക്കെ, വിട്ടേക്കും. ഒരാഴ്ച ഇരിക്കും. ഇത് പുരോഹിതന് ഭക്ഷിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആർക്ക് ഭക്ഷിക്കാം? ഇത് പുരോഹിതന് ഭക്ഷിക്കാം. അപ്പോൾ ഒരാഴ്ച മേശപ്പുറത്തിരുന്നാൽ ഇതെന്ത് ചെയ്യത്തില്ല? വാ മനസ്സിലായി? നിങ്ങളതിൻ്റെ കൂടെ വരുന്നതിൻ്റെ ചിന്ത. പക്ഷെ ഇതിൽ ഇടങ്ങഴി എടുത്ത് അവിടെ വെച്ചു, പെട്ടകത്തിനകത്ത് വെച്ചു, എതിനോട് ചേർത്ത് വെച്ചു, കണ്ണടയ്ക്ക. പതിറ്റാണ്ടുകൾ, എല്ലാ കണ്ണുകളും വേണ്ടേട്ടെ, പതിറ്റാണ്ടുകൾ ഈ മന്ന പെട്ടകത്തിനകത്തിരുന്നു. മന്ന പൊഴുത്തില്ല കേട്ടോ. എന്താ കാരണം? വചനത്തോട് ചേർന്നിരുന്നു. രാത്രി ഒറ്റ ദൂത്, നിന്റെ ആത്മീയ പോരാട്ടത്തിൽ നീ പുഴുക്കാതിരിക്കണമെങ്കിൽ, ദ്രവിച്ചു പോകാതെ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, നിന്റെ മേൽ ദൈവക്കളുടെ വ്യാപാരം അടുത്തറിയണമെങ്കിൽ ഇന്ന് രാത്രി ഐ ചലഞ്ച് എവരി വൺ ഓഫ് യു. നിന്റെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. ഞാൻ വചനം മാത്രമേ പറഞ്ഞുള്ളൂ, ആത്മാവിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും പറഞ്ഞില്ല. ഇനി എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ പറയാം. എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ടല്ലോ, എനിക്ക് സമയത്ത് പോകണമല്ലോ. എല്ലാ കണ്ണുകളും അടച്ചിരിക്കെ ഇന്ന് രാത്രി പറ, കർത്താവേ, ആ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, that I be close to the word. Don't ever get away from the word. That will spoil your life. മന്ന സ്വർഗത്തിൽ നിന്ന് വന്നതാണെങ്കിലും, മന്ന യോഹന്നാൻ 6:32-33 സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് വന്ന മന്ന മോശയല്ല, എൻ്റെ പിതാവത്രേ നിങ്ങൾക്ക് തന്നത്. മന്ന എവിടുന്നാ വന്നത്? യേശു പറയുന്നു സ്വർഗത്തിൽ നിന്ന് വന്നെന്ന്. സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് വന്ന മന്നയാണെങ്കിലും ഈ മണ്ണിൽ പുഴുത്തു പോയേക്കാം. പക്ഷേ സ്വർഗത്തിൽ നിന്ന് മന്ന പുഴുക്കാം ഈ മണ്ണിന്, പുഴുപ്പിക്കാം ഈ മണ്ണിന്, ഇവിടുത്തെ പ്രകൃതിക്ക്, ഇവിടുത്തെ ജേംസിന്, ഇവിടുത്തെ ബാക്ടീരിയക്ക്. ഒരു ഭക്ഷണം പുഴുക്കണമെങ്കിൽ, ഒരു സാധനം ഫുഡ് പുഴുക്കണമെങ്കിൽ, ചീത്തയാണെങ്കിൽ, if it is to be spoiled, it should be attacked either by a bacteria or a virus or a fungus or any microorganism. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നു? ഞാൻ നിങ്ങളോട് പറയാം, വചനത്തോട് ചേർന്ന് നിൽക്കാൻ നിന്നെ ഒരു ബാക്ടീരിയക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. You will be beyond the reach of the power of any such sickness, any bacterial attack, any virus attack, any attack from any microorganism, an attack from a protozoa or a microorganism, any fungus, nothing can ever spoil you if you stand in unison with Jesus, if you stand united with the word of God. ഇന്ന് രാത്രി വചനത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ ആരോഗ്യത്തെ പൊഴിപ്പിക്കാൻ, അത് നിന്റെ ഭൗതിക ശരീരത്തെയും നിന്റെ ആത്മശരീരത്തെയും ബലഹീനപ്പെടുത്തുവാൻ കഴിയാതെ വേണം ശാക്തീകരിക്കുന്നതാണ് ഈ ദൈവവചനം. നിങ്ങളുടെ അകത്തിത് കയറിയാലുണ്ടല്ലോ, നിങ്ങളുടെ അകത്തിത് കത്തിയാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം മാറി. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, എൻ ജീവിതം മാറി. അങ്ങനെ പാടില്ല, ഒരു വാക്കു നീ പറഞ്ഞാൽ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്, എൻ നിലവുകളും മാറി. അങ്ങനെ പാട്ടില്ലേ? നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ, നീ പറഞ്ഞ